കർത്താവിന്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസവും ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ലഭിക്കുന്ന അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിലെ ചില ചിന്തകളാണ് ഒരുമിച്ച് പങ്കുവച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് റോമാലേഖനം 8-ാം അധ്യായം. അത് ഈ പുസ്തകത്തെ സംബന്ധിച്ച് മാത്രമല്ല, വേദപുസ്തകത്തിലാകമാനം ദൈവിക പദ്ധതിയുടെ അതിൻ്റെ കൾമിനേഷൻ, അല്ലെങ്കിൽ അതിലെ ആത്യന്തിക പദ്ധതിയുടെ രൂപരേഖ, അതിൻ്റെ റിയലൈസേഷൻ ഒക്കെ സാധ്യമാകുന്ന പ്രതിപാദിക്കുന്ന ഒരു അധ്യായമാണ് 8-ാമത്തെ അധ്യായം. അതിൽ ആദ്യത്തെ 2 വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞു. സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള വിഷയമാണ് റോമാലേഖനം 6, 7, 8 അധ്യായങ്ങളിൽ. അതിലെ അവസാനത്തെ അധ്യായം എന്ന നിലയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു അധ്യായമായിരിക്കും. 1-ാമത്തെ വാക്യത്തിൽ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന നീതീകരണത്തെക്കുറിച്ച് നാം കണ്ടു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറയുമ്പോൾ നീതീകരണം ഉണ്ട് എന്നുള്ള പോസിറ്റീവ് അർത്ഥമാണ് അവിടെ നമുക്ക് ലഭ്യമാകുന്നത്. ഈ വാക്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വാക്യമാണ്. കാരണം 1-ാമത്തെ അധ്യായം നാം ഈ വിഷയം അല്ലെങ്കിൽ പ്രബന്ധം ആരംഭിക്കുന്നത് തന്നെ ദൈവത്തിന്റെ ശിക്ഷാവിധിയും ദൈവത്തിന്റെ ക്രോധം സ്വർഗത്തിൽ നിന്ന് മാനവജാതിയുടെ മേൽ പകരപ്പെടുന്നതായിട്ട്, അത് സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് നാം കണ്ടു. സകല ജഡവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യരായിട്ട് തീർന്നിരിക്കുന്നു. അതിന് യാതൊരു വ്യത്യാസവും ഇല്ലാതെ വണ്ണം എല്ലാവരും പാപത്തിൻ്റെതായിട്ടുള്ള ശിക്ഷാവിധിക്ക് യോഗ്യരാണ് എന്ന് തുടങ്ങിയിട്ട് 8-ാം അധ്യായത്തിൽ ദർ ഇസ് നോ കണ്ടംനേഷൻ, ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു എന്നുള്ളതിനകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, എന്തെങ്കിലും ഒരു ശിക്ഷാവിധി പാപത്തോടുള്ള ബന്ധത്തിൽ നൽകുവാനായിട്ട് ദൈവത്തിന് സാധ്യമല്ലാതെ വണ്ണം യേശുക്രിസ്തുവിൽ ഒരു വിശ്വാസിയുടെ നീതീകരണം ഭദ്രമാണ്, സുരക്ഷിതമാണ്. അത് അവരുടെ മിടുക്ക് കൊണ്ടോ അവരുടെ നീതിയുടെ കൂടുതൽ കൊണ്ടോ ഒന്നുമല്ല. പിന്നെയോ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. അവൻ ക്രിസ്തുവിലായി തീർന്നിരിക്കും. ആദാമിൽ ജനിച്ചിരിക്കുന്ന സകല മാനവജാതിയിലും അവർ മുഴുവൻ പാപത്തിന് അധീനരായിട്ട് പാപത്തിന്റെ ശിക്ഷാവിധിക്ക് യോഗ്യരായിട്ട് തീരുമ്പോൾ ക്രിസ്തുവിൽ ഒരഭയമുണ്ട്. ക്രിസ്തുവിൽ നമുക്ക് ആയിത്തീരുവാനായിട്ടൊരു ഭാഗ്യമുണ്ട്. അവിടെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനമാണ്. ക്രിസ്തുവിൽ ഒരു വിശ്വാസിക്ക് ലഭ്യമാകുന്ന സുരക്ഷിതത്വം നാം കണ്ടു കഴിഞ്ഞു. 2-ാമത്തെ വാക്യത്തിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, ലിബറേറ്റിംഗ് സ്പിരിറ്റ്, ദൈവത്തിന്റെ ആത്മാവ് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന്, അതുപോലെ തന്നെ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് സമ്പൂർണ്ണ വിടുതൽ ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് നാം കണ്ടു. 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രതിപാദിക്കുന്ന ഒരു വിഷയം, അവയവങ്ങളിൽ വ്യാപരിക്കുന്ന വേറൊരു പ്രമാണം, ആ പ്രമാണം മരണത്തിന് അധീനനാക്കി കളയുന്നു എന്നുള്ള ഒരു വിലാപം നാം കണ്ടു. എന്നാൽ ഇവിടെ ഇതാ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം സമ്പൂർണമായിട്ട് നമുക്കൊരു ന്യായപ്രമാണത്തിൽ നിന്നോ അല്ലെങ്കിൽ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നോ അല്ലെങ്കിൽ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നോ സമ്പൂർണമായിട്ടുള്ള ഒരു വിടുതൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ പുത്രനായ കർത്താവും അതുപോലെ പരിശുദ്ധാത്മാവായ ദൈവവും നീതീകരണത്തിലും ശുദ്ധീകരണത്തിലും പങ്കുവഹിക്കുന്നതായിട്ട് നാം കണ്ടു. 3-ാമത്തെ വാക്യം മുതലാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 3-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് പിതാവായ ദൈവം ചെയ്ത ഒരു വലിയ പ്രവൃത്തിയെക്കുറിച്ചാണ് അവിടെ നാം കാണുന്നത്. കണ്ടംനേഷൻ ബൈ ദി ഫാദർ. പിതാവായ ദൈവം ശിക്ഷ വിധി നടപ്പിലാക്കി. നാം അവിടെ വായിക്കുന്നു, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഈ ശിക്ഷാവിധി നടപ്പിലാക്കിയത് പിതാവായ ദൈവമാണ്. പാപത്തിന്റെ ശിക്ഷ മുഴുവൻ പുത്രന്റെ മേൽ ചുമത്തി. അവിടെ പ്രത്യേകിച്ച് വായിക്കുന്നത് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഈ 3-ാമത്തെ വാക്യത്തിലെ വിഷയത്തെ 2ആയിട്ട് നമുക്ക് തരംതിരിക്കാം.
എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പ്രവൃത്തി പിതാവിന് ചെയ്യുവാനായിട്ട് ഇടവന്നത്? അതിന്റെ കാരണം മൂന്നാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് നാം വായിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ. ന്യായപ്രമാണത്തിന് കഴിയാത്തതിന്റെ കാരണം എന്ത് എന്നവിടെ പറയുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് ജഡത്താലുള്ള ബലഹീനത. 3 വിധത്തിൽ നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ന്യായപ്രമാണത്തിന് എന്തുകൊണ്ട് സമ്പൂർണമായിട്ട് പാപപരിഹാരം വരുത്തുവാൻ അല്ലെങ്കിൽ നീതീകരിക്കുവാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ന്യായപ്രമാണത്തിന് നമ്മെ നീതീകരിക്കുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ശുദ്ധീകരിക്കുവാൻ സാധിക്കുന്നില്ല? നാം കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ കണ്ടു. ന്യായപ്രമാണം പാപത്തെക്കുറിച്ചുള്ള ബോധം നൽകുന്നു, പാപത്തിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ബോധം നൽകുന്നു. ന്യായപ്രമാണം ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള വിവരണം നൽകുന്നു, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ചുള്ള അവബോധം നൽകുന്നു. ന്യായപ്രമാണം ഒരു ശിശുപാലകനെ പോലെ വഴികാട്ടിയായിട്ട് ക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്നു, നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടു പോകുന്നു. മാത്രമല്ല, ആ നിലയിലെ ന്യായപ്രമാണത്തിന് അതിൻ്റെതായിട്ടുള്ള സതുദ്ദേശപരമായിട്ടുള്ള സകല സാധ്യതകളും നിലനിൽക്കെ തന്നെ ന്യായപ്രമാണത്തിന് കഴിയാത്തൊരു കാര്യമുണ്ട്. ന്യായപ്രമാണത്തിന് ചെയ്തു തീർക്കുവാൻ കഴിയാത്തൊരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് ഒന്ന് എന്ന് പറയുന്നത് ലോ കനോട്ട് ഡീൽ വിത്ത് സിൻ. പാപവുമായിട്ടുള്ള ബന്ധത്തിൽ ഉള്ള പരിഹാര മാർഗം ന്യായപ്രമാണത്തിന് നിവർത്തിക്കുവാൻ സാധിക്കും. പാപത്തെ ചൂണ്ടിക്കാണിക്കാം, പാപത്തെ എക്സ്പോസ് ചെയ്യാം, പാപത്തിന്റെ ശിക്ഷയെക്കുറിച്ച് പറയാം, പാപത്തെക്കുറിച്ചുള്ള ബോധം വരുത്താം. പക്ഷെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ന്യായപ്രമാണത്തിന് സാധ്യമല്ല. ഇറ്റ് കനോട്ട് അബ്സോർബ് ഇറ്റ്സ് പണിഷ്മെന്റ്. അല്ലെങ്കിൽ പാപത്തിന്റെ പണിഷ്മെന്റ് അല്ലെങ്കിൽ ശിക്ഷാവിധി അത് ഏറ്റെടുക്കുവാനായിട്ട് ന്യായപ്രമാണത്തിന് സാധ്യമല്ല. മാത്രമല്ല, ഇറ്റ് കനോട്ട് റിമൂവ് അവർ കണ്ടംനേഷൻ. മനുഷ്യരുടെ കുലത്തിന്റെ മുകളിലുള്ള ശിക്ഷാവിധിയെ ഏറ്റെടുത്ത് മാറ്റുവാനായിട്ട് ന്യായപ്രമാണത്തിന് സാധ്യമല്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ന്യായപ്രമാണത്തിന് ഈ ശിക്ഷാവിധി അബ്സോർബ് ചെയ്യാൻ സാധിക്കുന്നില്ല? അതിന് കാരണം എന്ന് പറയുന്നത് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിക്കാൻ ന്യായപ്രമാണത്തിന് സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ന്യായപ്രമാണത്തിന് അത്തരത്തിലൊരു ജഡ അല്ലെങ്കിൽ ശരീരത്തെ, ഒരു ഫ്ലഷിനെ കണ്ടെത്തുവാൻ സാധ്യമല്ല. പാപത്തിന്റെ ശിക്ഷ മുഴുവൻ ചുമത്തിക്കൊണ്ട് ന്യായപ്രമാണത്തിന് ജനത്തെ വിടുതൽ നൽകുവാനായിട്ട് അത്തരത്തിൽ ഒരു ശരീരത്തെ കണ്ടെത്തുവാനായിട്ട് ന്യായപ്രമാണത്തിന് സാധിക്കുന്നില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ന്യായപ്രമാണത്തിന് സ്വതവേ ശിക്ഷ ഏറ്റെടുത്തിട്ട്, പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തിട്ട് ആ വ്യക്തിയെ വിടുതൽ ചെയ്യുവാനായിട്ട് സാധ്യമല്ല. ശിക്ഷാവിധി ഏറ്റെടുക്കുവാൻ പാകത്തിനുള്ള ഒരു ജഡത്തിന്റെ അഭാവമാണ് ന്യായപ്രമാണത്തിന്റെ പരാജയത്തിന്റെ കാരണം എന്ന് പറയുന്നത്. ആ നിലയില് പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് പാപമോചനം നൽകുവാനോ അല്ലെങ്കിൽ അവനെ നീതീകരിക്കുവാനോ ന്യായപ്രമാണത്തിന് സാധ്യമല്ല. ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. എന്നാൽ ന്യായപ്രമാണം അത് വാസ്തവമാണ്, അത് വിശുദ്ധമാണ്, അത് ദൈവം നൽകിയതാണ്, ദൈവദത്തമാണ്, അത് സത്യമാണ്, അത് നിലനിൽക്കുന്നതാണ്, അത് പാപത്തെക്കുറിച്ചുള്ള ബോധമാണ് മനുഷ്യന് നൽകുന്നത്. നാം എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഈ പാപത്തിന്റെ പരിഹാരം അതിന് ശിക്ഷ നടപ്പിലാക്കിയേ മതിയാവും. കാരണം ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. ഏതെല്ലാം തന്നെ അവന്റെ പാപത്തിന് ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് ഏറ്റെടുക്കാതെ, അത് ഫുൾഫില്ല് ചെയ്യാതെ, അത് അബ്സോർബ് ചെയ്യാതെ അതിൽ നിന്നൊരു വിടുതൽ സാധ്യമല്ല. അതിന് പാകത്തിന് ഒരു മനുഷ്യരും ഭൂമിയിൽ ജനിച്ചിട്ടില്ല. പാപത്തിന്റെ ശിക്ഷ മുഴുവനായിട്ട് ഏറ്റെടുക്കുവാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തിയും ഉണ്ടായിട്ടില്ല. എബ്രായ ലേഖനത്തില് നമ്മൾ അതിന്റെ 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ന്യായപ്രമാണം എന്ന് പറയുന്നത് വരുവാൻ ഇരിക്കുന്നവയുടെ നിഴലല്ലാതെ സാക്ഷാൽ സ്വരൂപമല്ല. ന്യായപ്രമാണം ഒരു നിഴലാണ്, വരുവാനുള്ള ഒരു വലിയ കാര്യത്തിന്റെ ഒരു നിഴലാണ്. രണ്ടാമത്തെ കാര്യം അവിടെ നാം വായിക്കുന്നത് യാഗങ്ങൾക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ യാഗങ്ങളൊക്കെ മൃഗയാഗങ്ങളാണ്. മൃഗങ്ങളെ യാഗം അർപ്പിച്ച് ഒരു വ്യക്തിക്ക് പാപമോചനം നൽകുവാൻ സാധിക്കുമായിരുന്നോ? പാപത്തിന് മോചനം നൽകുവാൻ സാധ്യമല്ല. ആ യാഗങ്ങളിലൂടെ പാപത്തിനൊരു മറവ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഈ യാഗം അർപ്പിക്കുന്നതിലൂടെ ഒരു വലിയ യാഗത്തിന്റെ സൂചന മാത്രമേ നൽകുന്നുള്ളൂ. പാപത്തെക്കുറിച്ചുള്ള ബോധം മാത്രമേ
ഈ യാഗത്തിന് വരുത്തുവാൻ സാധിക്കുന്നുള്ളൂ. മാത്രമല്ല, ഒരു യാഗം അർപ്പിച്ചതിന് ശേഷം പിന്നെയും വീണ്ടും അവന്റെ മനസ്സിൽ ഈ യാഗത്തെക്കുറിച്ചുള്ള ബോധം നിൽക്കുന്നത് കൊണ്ട് അവന് കുറ്റബോധം നൽകുകയാണ്. ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരം അവന് അവകാശപ്പെടുവാൻ സാധ്യമല്ല. മാത്രമല്ല, പിന്നെയും അടുത്ത പാപത്തിന് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും അടുത്ത പാപങ്ങൾ വീണ്ടും ആവർത്തിച്ചു കൊണ്ട് ഇരിക്കുന്നു. എന്തുകൊണ്ടാ? ഈ പാപത്തിന്റെ ഓർമ്മ നിലനിൽക്കുന്നു, പുതിയ പാപത്തിന്റെ ബോധ്യം ന്യായപ്രമാണം വരുത്തുന്നു. ഈ താൽക്കാലികമായിട്ട് ഒരു പ്രതിശാന്തി മൃഗയാഗങ്ങളിലൂടെ സംഭവിക്കുന്നു എങ്കിൽ തന്നെയും അതൊരിക്കലും എന്നേക്കുമായിട്ടുള്ള പരിഹാരമായിരിക്കുന്നില്ല. കാരണം വീണ്ടും പാപങ്ങളുടെ മനോബോധം വരുത്തിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോ ന്യായപ്രമാണത്തിന് അല്ലെങ്കിൽ ന്യായപ്രമാണം അനുശാസിക്കുന്ന യാഗങ്ങൾ, ആ യാഗങ്ങളിലൊന്നും എന്തില്ല? ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പാപപരിഹാരം സാധ്യമല്ല. ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ന്യായപ്രമാണം പാപത്തിന് വിധിക്കുന്ന ശിക്ഷ ഏറ്റെടുത്ത് നീക്കുവാനായിട്ട് ഒരു ജഡത്തെയും ഒരു ശരീരത്തെയും ഒരു വ്യക്തിയെയും ഒരു മനുഷ്യനെയും ന്യായപ്രമാണത്തിന് കണ്ടുപിടിക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ പരാജയം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ന്യായപ്രമാണത്തിന് കഴിയാതിരിക്കുന്നു, ഇവിടെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സൂചന ജഡത്താലുള്ള ബലഹീനത. ന്യായപ്രമാണത്തെ മുഴുവനായിട്ട് അനുഷ്ഠിച്ച് നിവർത്തിക്കുവാൻ ഏതെങ്കിലും വ്യക്തിക്ക് സാധിക്കുമായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും നീതീകരിക്കപ്പെടുമായിരുന്നു. പക്ഷെ ഈ മനുഷ്യകുലത്തിൽ ഒരു വ്യക്തിക്ക് പോലും അത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ജഡത്താലുള്ള ബലഹീനത. പാപത്താൽ മനുഷ്യന് സംഭവിച്ച വീഴ്ചയാൽ അവന് അത് നിറവേറ്റുവാൻ ദൈവിക സ്റ്റാൻഡേർഡിനോളം ദൈവത്തെ തൃപ്തിപ്പെടുത്തുന്ന, പ്രസാദപ്പെടുത്തുന്ന ഒരു ന്യായപ്രമാണത്തിന് അനുഗുണമായിട്ടുള്ള ഒരു പ്രവൃത്തി കാഴ്ചവെക്കുവാൻ മനുഷ്യന് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാ? അവൻ ജഡത്താൽ ബലഹീനനാണ്. പാപത്താൽ അവന് വീഴ്ച സംഭവിച്ചു. കം ഷോർട്ട് ഓഫ് ദി ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആ സ്റ്റാൻഡേർഡിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോയി. അവന് ആ നിലവാരത്തോളം എത്തുവാൻ സാധിക്കും. അപ്പൊ ഒരു മനുഷ്യനും ന്യായപ്രമാണം ചെയ്ത് നീതീകരിക്കപ്പെട്ടതായിട്ട് വേദപുസ്തകത്തിൽ എങ്ങും രേഖയില്ല. എന്നാൽ ഒരു വ്യക്തിയെക്കുറിച്ച് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ വന്നത്. ന്യായപ്രമാണത്തിൽ ഏതെങ്കിലും ഒരു നിയമത്തെ വെച്ചുകൊണ്ട് യേശു കർത്താവിനെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ, പാപത്തെ ഉണർത്തുവാൻ, അല്ലെങ്കിൽ ഈ ന്യായപ്രമാണ പ്രകാരം യേശു കർത്താവ് പാപം ചെയ്തു എന്ന് പറയുവാനായിട്ട് ആർക്ക് സാധിക്കും? ഒരു മനുഷ്യനും സാധിക്കുക അല്ലെ? അന്നത്തെ പുരോഹിത വർഗത്തിന് സാധിക്കില്ല, അല്ലെങ്കിൽ അന്നത്തെ നിയമസംഹിതകൾക്ക് സാധിക്കില്ല. ഇനി ന്യായപ്രമാണത്തിന് തന്നെ ഈ യേശു കർത്താവിൽ ഈ ഒരു കുറവുണ്ട് കേട്ടോ, ഞാൻ ഈ പാപത്തെക്കുറിച്ച് യേശു കർത്താവിന് ബോധ്യം വരുത്തിയിട്ടുണ്ട് എന്ന് പറയുവാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണ്? അവൻ പവിത്രൻ, നിർമ്മലൻ, നിർദോഷൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി. എന്ന് പറയാൻ ന്യായപ്രമാണത്തിന്റെ സകല റിക്വയർമെന്റും ദൈവിക നിലവാരത്തിന്റെ മുഴുവൻ കാര്യവും നിവർത്തിക്കുന്ന ഒരേ ഒരു വ്യക്തിത്വം യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അല്ലാതെയുള്ള സകല മനുഷ്യർക്കും അവർക്ക് ബലഹീനരാണ്, ജഡത്താലുള്ള ബലഹീനതയുണ്ട്, ചെയ്ത് നേടുവാനായിട്ട് സാധ്യമല്ല. അപ്പൊ അങ്ങനെ ന്യായപ്രമാണത്തിന് നീതീകരണം സാധ്യമാകുന്നില്ല. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ന്യായപ്രമാണത്തിന് എന്തുകൊണ്ട് നീതീകരണം സാധ്യമാകുന്നില്ല? ഒന്നാമത്തെ കാര്യം, ന്യായപ്രമാണം അനുശാസിക്കുന്ന ശിക്ഷാവിധി പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കുവാനായിട്ട് പാകത്തിനുള്ള ഒരു ജഡവും ഒരു മനുഷ്യനെയും ന്യായപ്രമാണത്തിൽ കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. അല്ല, ന്യായപ്രമാണത്തിന് സ്വതവേ തന്നെ ഈ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തിട്ട് മനുഷ്യനെ വിടുവിക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ന്യായപ്രമാണം അനുഷ്ഠിച്ച് നീതീകരണം പ്രാപിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു മനുഷ്യനും സാധ്യമല്ല. കാരണം അവൻ ജഡത്താലുള്ള ബലഹീനത ബാധിച്ചവനാണ്, പാപത്താൽ വീഴ്ച സംഭവിച്ചവനാണ്. അവൻ എത്ര നാം വായിക്കുന്നുണ്ടല്ലോ, നീതിപ്രവൃത്തികൾ ഒക്കെ ദൈവത്തിന്റെ മുമ്പാകെ കറവിരണ്ട തുണി പോലെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ നിലയിൽ പൂർത്തീകരിക്കുവാനായിട്ട് മനുഷ്യന് സാധിക്കും. എന്നാൽ യേശു കർത്താവ് സകലവും നിവർത്തിച്ചു. കാൽവരി ക്രൂസിൽ യേശു കർത്താവ് പറയുന്ന ഒരു മൊഴിയിൽ തന്നെ അത് അടങ്ങിയിരിക്കുന്നുണ്ട്. ഇതാ അത് നിവർത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് അല്ലെ? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ന്യായപ്രമാണം അനുശാസിക്കുന്ന സകല നിഷ്കർഷകളും
യേശു കർത്താവ് പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ സാരം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ന്യായപ്രമാണം അനുശാസിക്കുന്ന വിധത്തിലുള്ള ഒരു വ്യക്തി ജീവിതം യേശു കർത്താവിനുണ്ടായിരുന്നു. പാപരഹിതമായിട്ടുള്ള ഒരു ശരീരം തനിക്കുണ്ടായിരുന്നു. മാത്രമല്ല പാപമില്ലാത്ത ഒരു ജീവിതം തനിക്കുണ്ടായിരുന്നു. മാത്രമല്ല മനുഷ്യരുടെ പാപത്തെ മുഴുവൻ ഏറ്റെടുക്കുവാനായിട്ട് സ്വതവേ താൻ അതിന് മുതിരുകയും മുന്നോട്ട് വരികയും ചെയ്തു. ആ ശിക്ഷ മുഴുവൻ പൂർണ്ണമായിട്ട് ക്രൂശിന്മേൽ താൻ ചുമന്നു നീക്കി. ആ നിലയില് നിവൃത്തിയായി ഇനി പാപത്തിന് വേണ്ടി എന്താ ആവശ്യമില്ല? ഒരു മൃഗയാഗവും ആവശ്യമില്ല, ഒരു യാഗം ഇനി ആവശ്യമില്ല. അതുകൊണ്ടാണ് യേശു കർത്താവിന്റെ ക്രൂശീകരണത്തിന്റെ ശേഷം യാഗങ്ങൾക്ക് യാതൊരു സാങ്കത്യവുമില്ല. പഴയ നിയമത്തിലെ യാഗങ്ങൾക്ക് ഒരു സാങ്കത്യവുമില്ല. എന്തുകൊണ്ടാണ്? യേശു കർത്താവിൽ അത് നിറവേറ്റിയിരിക്കും. ഇപ്പൊ ഞാനിനി ഒരു ചോദ്യം അതിനകത്ത് സാധാരണ ഉണ്ടാകുന്നത്, ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഒരു യാഗം അർപ്പിച്ച് ഒരു പുരോഹിതൻ വന്നിട്ട് ഒരു യാഗം അർപ്പിച്ചാൽ അത് ദൈവത്തിന് സ്വീകാര്യമാകുമോ? ഏകയാഗത്താൽ അവൻ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു, സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇനി ദൈവത്തിന് സ്വീകരിക്കുവാനായിട്ട് ഒരു മൃഗയാഗത്തിന്റെ പിന്നാലെ പോകേണ്ട കാര്യമല്ല. യേശു കർത്താവിന്റെ സമ്പൂർണ്ണ യാഗം അല്ലെങ്കിൽ യാഗം സൗരഭ്യവാസനയായിട്ട് പൂർണ്ണ തൃപ്തിയോടുകൂടെ പിതാവായ ദൈവം അംഗീകരിച്ചിരിക്കുന്നു. ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപപരിഹാരം ക്രൂശിൽ ഏകയാഗത്താൽ സാധ്യതമായിരിക്കുന്നു. ഇനി അതിനു വേണ്ടി ഒരു യാഗവും ദൈവം നിഷ്കർഷിക്കുന്നില്ല. ഇനി ഒരു യാഗം അതിന്റെ സൗരഭ്യവാസന ദൈവം മണക്കുന്നുവെന്നോ അല്ലെങ്കിൽ നിങ്ങൾ പോയി യാഗം അർപ്പിക്കുമെന്ന് പറയുകയില്ല. എന്തുകൊണ്ടാണ്? ഈ പഴയ നിയമത്തിൽ കാണുന്ന ന്യായപ്രമാണത്തിൽ കാണുന്ന സകല പ്രമാണങ്ങളും യാഗങ്ങളും ഒക്കെ അത് നിഴലാണ്. അതിന്റെ പൂർത്തീകരണം മുഴുവൻ ക്രൂശിലാണ്. പൊരുളായിട്ടുള്ള യേശു കർത്താവിന്റെ ക്രൂശിലെ യാഗം സമ്പൂർണമായിട്ട് നിറവേറി കഴിഞ്ഞിരിക്കെ ഇനി എന്തില്ല? ഇനി ഒരു യാഗത്തിന്റെയും ആവശ്യം ഇല്ല. ഇനി ഒരു യാഗവും ദൈവം ഡിമാൻഡ് ചെയ്യുന്നില്ല. അതാണ് അതിന്റെ. ഇപ്പൊ കഴിയാത്തതിന്റെ കാരണങ്ങൾ രണ്ടെണ്ണം നാം കണ്ടു. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ന്യായപ്രമാണത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ന്യായപ്രമാണത്തിന് ഒരു അർപ്പകനെ ലഭിക്കുന്നില്ല. ഒരു യാഗം അർപ്പിക്കണമല്ലോ, അതിനൊരു അർപ്പകൻ വേണം. എന്താണ് ദൈവാലയത്തിലെ രീതി അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിലെ രീതി? ബലഹീനനായിട്ടുള്ള ഒരു മനുഷ്യൻ അഹരോന്റെ പൗരോഹിത്യ ക്രമപ്രകാരം ഒരു വ്യക്തി അവൻ പുരോഹിതനായിട്ട് ചുമതല ഏൽക്കുന്നു. ആദ്യം ആ വ്യക്തിക്ക് വേണ്ടി ഒരു യാഗം അർപ്പിക്കുന്നു. ആ യാഗ അർപ്പണത്തിന് ശേഷം ബലഹീനനായിട്ടുള്ള മനുഷ്യനെ അവൻ തന്നെ യാഗം അർപ്പിക്കാൻ ആവശ്യമുള്ളവനാണ്. അവൻ യാഗം അർപ്പിച്ചിട്ടാണ് മറ്റുള്ള ഒരാൾക്ക് വേണ്ടി യാഗം അർപ്പിക്കുന്നത്. എബ്രായലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിന്റെ മാറാത്ത പൗരോഹിത്യത്തെക്കുറിച്ച്, നിത്യ പൗരോഹിത്യത്തെക്കുറിച്ച്, ശ്രേഷ്ഠമായ പൗരോഹിത്യത്തെക്കുറിച്ച് സവിസ്തരം 2 അധ്യായത്തിൽ നിറയെ അത് വിവരിച്ചിരിക്കുകയാണ്. എല്ലാ പുരോഹിതന്മാരും സ്വയമായിട്ട് യാഗം അർപ്പിച്ചിട്ട് മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി യാഗം അർപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് കാലത്താണ് ഒരു അർപ്പകന്റെ യാഗത്തിന് പൂർത്തീകരണം സംഭവിക്കുന്നത്? ഈ അർപ്പകൻ വീണ്ടും വീണ്ടും എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? യാഗം അർപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്നാൽ നാം വായിക്കുന്നത് യേശു കർത്താവിന്റെ പൗരോഹിത്യം മാറാത്ത പൗരോഹിത്യമാണ്. അത് അഹരോന്റെ പൗരോഹിത്യമല്ല, ആ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യമല്ല. നമുക്കറിയാം, യേശു കർത്താവ് ജനിച്ചത് യഹൂദാ ഗോത്രത്തിലാണ്. ആ ഗോത്രത്തിൽ ആരും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിട്ടില്ല. അപ്പൊ അഹരോന്റെ പാരമ്പര്യത്തിലുള്ള ഒരു യാഗ അർപ്പകനല്ല യേശു കർത്താവ്. പിന്നെ നാം അവിടെ വായിക്കുന്നത് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള ഒരു പുരോഹിതൻ. ആ മെൽക്കിസദേക്കിന്റെ ക്രമം അവിടെ പറയുമ്പോൾ അതിന് പ്രത്യേക ഒരു അർത്ഥമുണ്ട്. കാരണം അബ്രഹാം പോലും മെൽക്കിസദേക്കിന് സകലത്തിലും ദശാംശം കൊടുത്തുവെങ്കിൽ ഈ പുരോഹിത കുടുംബത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ കണ്ണിയായ ലേവി ഗോത്രത്തില് അഹരോനാകട്ടെ അല്ലെങ്കിൽ അഹരോന്റെ പൂർവ്വപിതാവായ ലേവി ആകട്ടെ, അബ്രഹാം ആ ദശാംശം കൊടുത്തപ്പോൾ ലേവിയും ആർക്ക് ദശാംശം കൊടുത്തു എന്നാ പറയുന്നത്? മെൽക്കിസദേക്കിന് ദശാംശം കൊടുത്തു എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു നിത്യ പൗരോഹിത്യം, ഒരു മാറാത്ത പൗരോഹിത്യം, സ്വന്തമായിട്ട് യാഗം അർപ്പണം ആവശ്യമില്ലാത്ത ഒരു പൗരോഹിത്യം, ആ പുരോഹിതൻ നമുക്കായിട്ട് ഉണ്ട്. യേശു കർത്താവിന്റെ പൗരോഹിത്യം കുറ്റമറ്റ യാഗ അർപ്പണത്തിന് സഹായകരമായിരിക്കുന്നു. ന്യായപ്രമാണത്തിന് അങ്ങനെ ഒരു പുരോഹിതനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു.
ന്യായപ്രമാണം അത് സംബന്ധിച്ച യാഗാർപ്പണങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബലഹീനനായിട്ടുള്ള മനുഷ്യൻ, പാപിയായ മനുഷ്യൻ ആണ് തനിക്ക് വേണ്ടി യാഗം അർപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്ക് വേണ്ടി യാഗം അർപ്പിക്കും. അപ്പോ ഒരു അർപ്പകനെ അല്ലെങ്കിൽ യോഗ്യതയുള്ള ഒരു അർപ്പകനെ അവനെ കാണുവാൻ സാധിക്കും. മാത്രമല്ല അഹരോൻ മരിച്ചു പോവും, അല്ലെങ്കിൽ പുരോഹിതൻ മരിച്ചു പോവും. മരിച്ചു കഴിഞ്ഞാലോ പുതിയ പുരോഹിതനായിരിക്കും വരുന്നത്. അല്ലെ, നമുക്ക് സങ്കേത നഗരങ്ങളുടെ ആ വിവരം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പുരോഹിതന്റെ ജീവകാലമൊക്കെയും അവനവിടെ പാർക്കണമെന്ന് പറയുന്നു. പുരോഹിതൻ ജീവിച്ചിരിക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയ അർത്ഥമുള്ള കാര്യമാണ്. കാരണം ആ പുരോഹിതനാണ് അവന്റെ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. എന്നാൽ ഈ പുരോഹിതൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ പൗരോഹിത്യത്തിന് അവന്റെ ഇന്റർസെഷന്, അവന്റെ ഇടതലേക്ക് മാറ്റം സംഭവിക്കും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, യേശു കർത്താവിന്റെ പൗരോഹിത്യം നിത്യ പൗരോഹിത്യമാണ്. ഇന്നും അവന്റെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് മാറ്റം വന്നിട്ടില്ല. അവൻ ഇന്ന് മഹാപൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവനാണ്. പിതാവിന്റെ വലഭാഗത്ത് നമ്മുടെ വായിക്കുന്നുണ്ട് എബ്രായലേഖനത്തിൽ സദാ ജീവിക്കുന്നവനാകിയാൽ. അതായത് പാപത്തിന്റെ പരിഹാരം ക്രൂശിൽ വരുത്തിയിട്ട് തീർന്നു പോയവനല്ല, ഒടുങ്ങിപ്പോയവനല്ല യേശു കർത്താവ്. അവൻ ആ രക്തവുമായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചവനാണ്. അവൻ അവിടെ ജീവിക്കുന്നുണ്ട്, പക്ഷപാതം ചെയ്യുന്നുണ്ട്, ഇന്നും അവൻ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മെ പൂർണ്ണമായിട്ട് രക്ഷിക്കുവാൻ പ്രാപ്തനാകുന്നു. പകുതി വഴിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രക്ഷയല്ല ദൈവം വിശ്വാസിക്ക് നൽകിയിരിക്കുന്നത്. ക്രൂശിലെ നീതീകരണവും ക്രൂശിലെ രക്ഷയുടെ സാധ്യതയും പകുതി വഴിക്ക് നഷ്ടപ്പെട്ടു പോകുന്നതില്ല. കാരണം യേശു കർത്താവ് പാപത്തിന്റെ പരിഹാരം വരുത്തിയ ശേഷം അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ജീവിക്കുന്നുണ്ട്. ഇന്നും അവൻ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇനി എന്നും നിൽക്കുന്നവനാണ്, എന്നേക്കും നിൽക്കുന്ന പൗരോഹിത്യം. ഇത് ന്യായപ്രമാണത്തിന് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും പാപത്തിന്റെ പൂർത്തീകരണം അല്ലെങ്കിൽ പാപത്തിന്റെ ക്ഷമ, നീതീകരണം ന്യായപ്രമാണം സാധ്യമല്ല. അവിടെ വായിച്ച ഒന്നാമത്തെ ഭാഗത്ത് ജഡത്താലുള്ള ബലഹീനത നിർത്തുവാൻ ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം എന്താണ് ചെയ്തത്? ദൈവം ഒരു വലിയ ക്രിയ ചെയ്തു. എന്താ ദൈവം ചെയ്തത്? അതിന്റെ 3-ന്റെ 2-ാമത്തെ ഭാഗം അതിന്റെ പരിഹാര മാർഗം പറയുകയാണ്. ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ശിക്ഷാവിധി ഏൽക്കണമെങ്കിൽ ഒരു ജഡം വേണം. പാപത്തിന്റെ ശിക്ഷാവിധി ഏറ്റെടുക്കണമെങ്കിൽ ആരെങ്കിലും ഒരു വ്യക്തി, ഒരു മനുഷ്യൻ അത് ചുമന്നു നീക്കിയേ മതിയാ. അത് ആരെങ്കിലും പോരാ. അതിന് യോഗ്യതയുള്ള, ചുമന്നു നീക്കുവാൻ പാകത്തിലുള്ള, അതിനുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും നിറവേറ്റിയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അത് നീക്കുവാൻ സാധിക്കൂ. എന്താ പിതാവായ ദൈവം ചെയ്തത്? പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപത്തിന്റെ ശമ്പളം മരണമത്രയും നാം വായിക്കുന്നല്ലോ. അല്ലെങ്കിൽ പാപത്തിന്റെ എതിരെയുള്ള ദൈവത്തിന്റെ ക്രോധത്തെക്കുറിച്ച് നമ്മൾ കണ്ടല്ലോ. മനുഷ്യകുലത്തിന് മുകളിൽ മുഴുവനായിട്ട് ദൈവത്തിന്റെ ക്രോധം വസിക്കുന്നു. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ വസിക്കുന്ന ക്രോധത്തെ സ്വന്തം ചുമലിൽ ഏറ്റെടുത്ത് ആ ശിക്ഷാവധി അതിന്റെ ആക്കത്തിലും തൂക്കത്തിലും അനുഭവിച്ച് അതിന് പൂർത്തീകരണം വരുത്തുവാൻ, പിതാവിനെ തൃപ്തിപ്പെടുത്തുവാൻ, അതായത് പാപത്തിന്റെ ശിക്ഷ മുഴുവനായിട്ട് ഏറ്റെടുത്ത് നീക്കുക യേശു കർത്താവിന്റെ ഇടവ്. കാൽവരി ക്രൂശിൽ നാം കാണുന്നത് ഇതാണ്. എന്താ? പിതാവായ ദൈവം പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതിനു വേണ്ടിയിട്ട് പിതാവായ ദൈവം തന്റെ പുത്രനെ, ഹിസ് ഓൺ സൺ, സ്വന്തം പുത്രനെ, അവന്റെ പുത്രനെ എന്ത് ചെയ്തിരിക്കുകയാണ്? അവൻ അയച്ചു. എങ്ങനെ അയച്ചു? ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഞാൻ അതിലേക്ക് വരികയാണ്. യേശു കർത്താവിന്റെ ജഡധാരണവും യേശു കർത്താവിന്റെ മനുഷ്യത്വവും അത് വളരെ അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് അതൊരു ഒരു 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 മാർമിക സത്യമാണ്. യേശു കർത്താവിന്റെ ഇൻകാർണേഷൻ എന്താണ് എന്ന് വ്യക്തമായിട്ട് മുഴുവനായിട്ട് മാനുഷിക ബുദ്ധിയിൽ നമുക്ക് അത് വരച്ചെടുക്കുവാൻ അല്ലെങ്കിൽ കോംപ്രിഹെൻഡ് ചെയ്യാൻ സാധിക്കും. കാരണം യേശു കർത്താവിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യന്റെ വ്യക്തിത്വം പോലെയുള്ള, മനുഷ്യന്റെ ശരീരം പോലെയുള്ള
അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു 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 ഘടന അല്ല. നമുക്കറിയാം ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്ന സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായിട്ട് ഒരുമിച്ച് ആയിരിക്കുന്ന ഒരു അനുഭവം, അതിനെ എനിക്ക് അല്ലെങ്കിൽ മനുഷ്യന് ഉൾക്കൊള്ളുവാനായിട്ട് സാധ്യമല്ല. യേശു കർത്താവിന്റെ ശരീരം എന്റെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ സാധാരണ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ഇവിടെ നാം വായിക്കുന്നത് പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു എന്നാണ് വായിക്കുന്നത്. വളരെ അർത്ഥമുള്ള ഒരു വാക്ക്. ഇവിടെ ഒരിക്കലും ഇങ്ങനെ പറയുന്നില്ല, പാപജഡത്തിൽ അയച്ചു എന്ന് പറയുന്നില്ല അല്ലെ. പിന്നെ ജഡത്തിൽ, വെറും ജഡത്തിൽ അയച്ചു എന്ന് പറയുന്നില്ല. അതായത് യേശു കർത്താവിന്റെ ജഡത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പാപരഹിതമായിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും കന്യക ജനനത്തെ മനുഷ്യൻ വ്യാഖ്യാനിച്ച് സാധാരണ മാനുഷിക ജനനത്തോട് തുലനം ചെയ്ത് അതിന്റെ വിശദാംശങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകങ്ങൾ വരെ വേർപാടുകാരിറക്കി. സങ്കടം തോന്നുന്ന ഒരു വ്യാഖ്യാനമായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് പറയുവാൻ. യേശു കർത്താവിന്റെ ജഡധാരണം നിസ്തുല്യമായിട്ടുള്ള, യുണീക്കായിട്ടുള്ള ഒരു ജഡധാരണം. ആ യേശു കർത്താവിന്റെ ശരീരത്തെക്കുറിച്ച് സാധാരണ മനുഷ്യന് ലഭിക്കുന്ന ശരീരം പോലെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ലഭിക്കുന്ന പാപചേതനകളോടുകൂടെ വീഴ്ച സംഭവിച്ച ഒരു ശരീരമായിരുന്നില്ല. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ ആ ശരീരത്തെക്കുറിച്ച് 3 പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു കർത്താവിന്റെ ശരീരം എപ്രകാരമുള്ള ശരീരമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന വാക്യ അംശങ്ങളാണ് അവിടെ നാം ശ്രദ്ധിച്ചോളൂ. അതിന്റെ 10-ന്റെ 5-ാമത്തെ വാക്യത്തിൽ അത് അവിടെ വായിക്കുന്നു, ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹന്യാകവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. എന്താ? അതൊരു ഒരുക്കപ്പെട്ട ശരീരമായിരുന്നു. യേശു കർത്താവിന്റെ ശരീരം 2 മനുഷ്യരിൽ നിന്ന് ഉൽപ്പാദിതമായ ശരീരമല്ല, അത് യേശു കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട ശരീരമായി. മറിയയോട് ദൈവദൂതൻ കൽപ്പിക്കുമ്പോൾ നിന്നിൽ ഉൽപ്പാദിതമാകുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും എന്ന് പറയുന്നു. ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും എന്ന് നാം ഇവിടെ വായിക്കുന്നത്. അപ്പോ യേശു കർത്താവ് താൻ ജീവിക്കുവാനായിട്ട് തിരഞ്ഞെടുത്ത ശരീരം എന്ന് പറയുന്നത് അത് ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയ ഒരു ശരീരമാണ്. ആ ശരീരത്തിന്റെ ഒരു പരാമർശമാണ് 8-ാം അധ്യായത്തിൽ നാം കണ്ടത്, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ. അതിനകത്ത് വീഴ്ച സംഭവിച്ച ആദാമ്യ പ്രകൃതി ലവലേശമില്ലായിരുന്നു. വീഴ്ച സംഭവിച്ച ആദാമ്യ പ്രകൃതി എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ പറഞ്ഞതുപോലെ പൗലോസ് 7-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ എന്നെ പാപത്തിലേക്ക് വലിച്ച് മരണത്തിന് കീഴടക്കി കഴിയുന്ന ഒരു പ്രമാണത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അത് പഴയ മനുഷ്യനാണ്. അത് പാപത്തിന്റെ ചേതനകൾ ഉൾക്കൊള്ളുന്ന ജഡം. ആ പാപത്തിന്റെ ചേതനകൾ വലിച്ചെടുക്കുന്ന ജഡമുണ്ടല്ലോ, അത് യേശു കർത്താവിന്റെ ശരീരത്തിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവന്റെ പാപരാഹിത്യം അത്രയ്ക്ക് വിഖ്യാതമായിരിക്കുന്നത്. നോക്കണേ, ഒരുക്കപ്പെട്ട ശരീരത്തിലാണ് യേശു കർത്താവ് വന്നത്. അല്ലാതെ ഏത് വിധത്തിൽ ഒരു ശരീരം സ്വീകരിച്ചാലും ആ ശരീരം എന്ന് പറയുന്നത് പാപ സംക്രമണത്തിന്, ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, അങ്ങനെ ഏകൻ പാപം ചെയ്യുക സകലരും പരന്നിരിക്കുന്നു. അപ്പൊ പാപവും യേശു കർത്താവിൽ പകർന്നിരിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ അത് ബലഹീനമാകുമായിരുന്നു. ദൈവത്തിന് അതിൽ യാഗമർപ്പിച്ച് സ്വീകാര്യം അല്ലെങ്കിൽ അതിന് പാപപരിഹാരം വരുത്തുവാൻ സാധിക്കുമായിരുന്നില്ല. നാം വായിക്കുന്നു അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരിക. 10-ന്റെ 10 നോക്കണം. ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശു കർത്താവ് ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ, ഈ ശരീരയാഗമാണ് പാപത്തിന് പരിഹാരമായിട്ട് സംഭവിച്ചത്. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഈ ശരീരയാഗത്തെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. ഓക്കെ, അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. യേശു കർത്താവിന്റെ ശരീരയാഗം, ഒരുക്കപ്പെട്ട ശരീരത്തിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു. പാപത്തിന്റെ പ്രലോഭനങ്ങൾ എത്ര പുറമേ ഉണ്ടെങ്കിൽ തന്നെ പാപത്തിന്റെ പ്രേരണ ഇല്ലാത്ത, പാപത്തിന് വിധേയമല്ലാതെ
നാം ഇബ്രായലേഖനത്തിൽ അങ്ങനെ തന്നെ വായിക്കുന്നത് 4-ാം അധ്യായത്തിൽ, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടവനാകുന്നു. അപ്പൊ യേശു കർത്താവിൽ പാപത്തിന് വലിക്കുന്ന ഒരു ചേതന അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ച ആദാമി പ്രകൃതി ഉണ്ടായിരുന്നില്ല എന്നതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു ശരീരത്തിൽ യേശു കർത്താവ് ജീവിക്കുക മാത്രമല്ല, പിതാവായ ദൈവം ആ ശരീരത്തിൽ എന്ത് വിധിക്കുകയാണ്? ശിക്ഷാവിധി വിധിക്കുകയാണ്, അല്ലെ? ആ ശരീരത്തിൽ യേശു കർത്താവിൽ പിതാവായ ദൈവം പാപത്തിന്റെ ശിക്ഷ മുഴുവൻ, അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൽ അവസാന വാക്യത്തിൽ 21-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്ന, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് പാപമാക്കി. നാം യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി, അവനൊരു അകൃത്യമായി തീർന്നിട്ട് എന്ന് നമ്മളോട് വായിക്കുന്നു. നോക്കണേ, പാപമില്ലാത്ത ഒരു ശരീരത്തിൽ യേശു കർത്താവ് സകല മനുഷ്യരുടെയും പാപത്തെ ചുമന്ന് ക്രൂശിൽ ആ ശിക്ഷാവിധി ഏറ്റെടുത്തിട്ട് നീക്കിക്കളയുക. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ആ പുത്രൻ അലറി നിലവിളിക്കുമ്പോൾ എന്തേ പിതാവ് മൗനമായിരുന്നു? എന്തേ പിതാവ് മുഖം മറച്ചു കളഞ്ഞു? ആ രംഗം എന്ന് പറയുന്നത് അന്ധകാരത്തിന്റെ മണിക്കൂറുകളിൽ ലോകത്തിന്റെ സകല മാനവജാതിയുടെയും പാപത്തിന്റെ ശിക്ഷാവിധി സമ്പൂർണമായിട്ട് പുത്രന്റെ മേൽ പിതാവ് ചുമത്തുകയാണ്. അവിടെ വായിച്ചതുപോലെ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഈ യേശു കർത്താവിന്റെ യാഗത്തെ എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും? അനേക വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ഗലാത്യലേഖനം 4-ാമത്തെ വാക്യത്തിൽ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായിട്ട് നിയോഗിച്ചയച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. യേശു കർത്താവ് തന്റെ ശരീരത്തിൽ ഭൗതികമായിട്ടുള്ള മനുഷ്യന്റെ സ്വഭാവം ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്തത്. പിന്നെയോ ഏത് ഏറ്റെടുത്തില്ല? ബട്ട് നോട്ട് ദിസ് സിൻ ഇറ്റ്സെൽഫ്. ആ ശരീരത്തിൽ മനുഷ്യരുടെ പാപം കടന്നിട്ടില്ലായിരുന്നു. നമ്മുടെ ഇൻഫോർമിറ്റീസ്, ബലഹീനത, അതായത് ആ മനുഷ്യ ഫ്രെയിമിനകത്ത് താമസിക്കുന്നത് കൊണ്ടുള്ള വിശപ്പാകട്ടെ, വേദനയാകട്ടെ, സങ്കടമാകട്ടെ, ഇതൊക്കെ യേശു കർത്താവിന്റെ ശരീരത്തിൽ അനുഭവിക്കാമായിരുന്നു. നമ്മുടെ ബലഹീനതകളെ അവൻ ചുമന്നു നമ്മൾ വായിക്കും. എന്നാൽ ആ പാപം എന്ന് പറയുന്നത് അവനിൽ ഇല്ലായിരുന്നു. നാം അങ്ങനെ തന്നെ വചനത്തിൽ വായിക്കുന്നുണ്ട്, അവനിൽ പാപം ഇല്ല. പാപം അറിയാത്തവനെ നമ്മൾ നേരത്തെ കണ്ടുവല്ലോ. അവൻ പാപം ചെയ്തിട്ടില്ല, പത്രോസ് അങ്ങനെ പറയുന്നുണ്ട്. അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു എന്ന് പറയുമ്പോൾ പാപരാഹിത്യം, യേശു കർത്താവിന്റെ പാപരാഹിത്യം, അവന്റെ ഇൻകാർണേഷന്റെ പ്രത്യേകത നാം മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷത്തില് ആ ജഡധാരണത്തെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെയാ പറയുന്നത്: വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡമായി തീർന്നു. യേശു കർത്താവ് ജഡമായി തീർന്നത് പാപജഡത്തിലല്ല, പിന്നെ വചനം. ആ വചനം ദൈവമായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അതേ ലോഗോസ്. ആ വചനം ജഡമായി തീർന്നു. നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ഒരുക്കപ്പെട്ട ശരീരത്തിൽ പാപരഹിതനായിട്ട് യേശു കർത്താവ് ജഡധാരണം ചെയ്തത് കൊണ്ട് പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുക്കുവാൻ, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് സ്നാപകയോഹന്നാൻ യേശു കർത്താവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പഴയ നിയമത്തിലെ എല്ലാ യാഗങ്ങളുടെയും ഓർമ്മ ഒരുപക്ഷെങ്കിൽ സ്നാപകന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നതാണ്. അനേക കുഞ്ഞാടുകള് കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ പാപം അവന്റെ ശിരസിന്മേൽ ഏറ്റെടുത്തിട്ട് ബലിയാകുന്ന, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന, അല്ലെങ്കിൽ ചുമന്നുകൊണ്ടു പോകുന്ന കുഞ്ഞാടിനെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കുഞ്ഞാട് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇത് പാപത്തെ താൽക്കാലികമായിട്ട് മറയ്ക്കുന്നവനല്ല, ബലഹീനമായിട്ടുള്ള മൃഗങ്ങളുടെ ശരീരമല്ല, പിന്നെ ഒരു മനുഷ്യനായിട്ട്, സമ്പൂർണ്ണ മനുഷ്യനായിട്ട് യേശു കർത്താവ് പാപങ്ങളെ ചുമക്കുവാൻ ആ പര്യാപ്തമായിട്ടുള്ള ഒരു കുഞ്ഞാടായിട്ട് സകല ലോകത്തിന്റെയും പാപത്തെ ഏറ്റെടുക്കുവാൻ പാകത്തിൽ അവൻ ഒരുക്കപ്പെട്ട ശരീരവുമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു.
ഇതാണ് യേശു കർത്താവിന്റെ ജഡധാരണത്തിന്റെ സീക്രട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ശരീരത്തിലാണ് പാപത്തിന് ജഡത്തിന് ശിക്ഷ വരുന്നത്. ഈ യേശു കർത്താവിനെ നോക്കിക്കൊണ്ട് പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഓക്കെ, എബ്രായലേഖനം 4:15 നേരത്തെ പറഞ്ഞതാണ്, പാവമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായിട്ട് പരീക്ഷിക്കപ്പെട്ടവരാണ്. എബ്രായലേഖനം 7:27 വാക്യത്തിൽ ക്രിസ്തു തനിക്ക് വേണ്ടി പാപപരിഹാരം ആവശ്യമില്ലാത്ത മഹാപുരോഹിതനായിരുന്നു. മറ്റെല്ലാ പുരോഹിതന്മാരും ഒക്കെ ആദ്യം തന്റെ പാപത്തിന് വേണ്ടി യാഗം അർപ്പിക്കുന്നു. അങ്ങനെ ഒരു യാഗം യേശു കർത്താവ് ക്രൂശീകരണത്തിലേക്ക് കയറുന്നതിന് മുമ്പ് എന്നാൽ ഒരു കാര്യം ചെയ്യാം, എന്തായാലും യാഗാർപ്പണം അല്ലെങ്കിൽ ഈ വലിയ ശിക്ഷാവിധി ഏറ്റെടുക്കാൻ പോവുകയാണ്, ആദ്യമേ എന്ത് ചെയ്തേക്കാം, എന്റെ പാപത്തിന് പരിഹാരം വരുത്തി. യേശു കർത്താവിന് പറയേണ്ട ആവശ്യമില്ല. ലോകത്തിലെ സകല യാഗാർപ്പകനും എല്ലാ മഹാപുരോഹിതന്മാരും അവർ സ്വന്തം പാപത്തിന് വേണ്ടി എന്ത് അർപ്പിക്കുന്നു, യാഗാർപ്പണം ചെയ്യുന്നു അല്ലെ. അങ്ങനെ ആവശ്യമില്ലാത്തവൻ ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ ക്രൂസിലെ യാഗാർപ്പണം എബ്രായലേഖനകാരൻ 9:14 പറയുന്നുണ്ട്, എന്താ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ രക്തം. ഇവിടെ നോക്കണേ, അർപ്പകനും യാഗവസ്തുവും അതുപോലെ തന്നെ യാഗം നിർവഹിക്കുന്ന വ്യക്തിയും യാഗത്തിന്റെ ശരീരവും ഒക്കെ ദൈവം താൻ തന്നെയാണ്. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. പാപപരിഹാരത്തിന് ദൈവം തന്റെ പുത്രനെ അയച്ചു എന്ന് പറയുമ്പോൾ ദൈവിക പദ്ധതിയാണ് പാപപരിഹാര യാഗം. യേശു കർത്താവിന്റെ ക്രൂശിലെ യാഗം ദൈവിക പദ്ധതിയാണ്. എബ്രായലേഖനം 9:11-12 വാക്യത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി യേശു കർത്താവ് കടന്നുപോയി. യാഗം അർപ്പിക്കാൻ ഒരു സ്ഥലം വേണമല്ലോ അല്ലെ, യാഗം അർപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലം വേണം, ഒരു യാഗപീഠം വേണം അല്ലെ, അല്ലെങ്കിൽ ഒരു ആലയം വേണം. ഭൗമികമായിട്ടുള്ള കൈപ്പണിയായിട്ടുള്ള സമാഗമന കൂടാരവും ദൈവാലയവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ യേശു കർത്താവ് ഈ യാഗം അർപ്പിച്ചതേ കൈപ്പണിയല്ലാത്ത, പിന്നെ വലിപ്പവും തികവുമേറിയ, നോട്ട് മെയ്ഡ് ബൈ ഹാൻഡ്സ്, കൈകൊണ്ട് നിർമ്മിതമല്ലാത്ത ഒരു ശരീരത്തിലൂടെ, ഒരു ആലയത്തിലൂടെ, ഒരു കൂടാരത്തിലൂടെയാണ് ഈ യാഗം അർപ്പിച്ചിരിക്കുന്നത്. വീണ്ടും അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്, സ്വന്തം രക്തത്താൽ, ആടുകളുടെയും കാളകളുടെയും രക്തത്താലല്ല, എന്താ, സ്വന്തം രക്തം, യേശു കർത്താവിന്റെ പരിപാവനമായ രക്തം. പത്രോസ് അങ്ങനെ തന്നെയാണ് പറയുന്നത്, നിങ്ങൾ വേണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. യേശു കർത്താവിന്റെ പരിപാവനമായ രക്തത്തിന്റെ സാധ്യത സ്വന്തം രക്തത്താൽ. ഓക്കെ, പിന്നെ അവൻ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു എന്നും നാം താഴോട്ട് വായിക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്കറിയാം, സമാഗമന കൂടാരത്തിൽ പീഠത്തിൽ യാഗം അർപ്പിച്ചതിന് ശേഷം ആ ആടുകളുടെയോ കാളകളുടെയോ രക്തവുമായിട്ട് മഹാപുരോഹിതൻ പാപപരിഹാരത്തിനായിട്ട് വിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിക്കുന്ന രംഗം നിങ്ങൾ ഓർത്തു. പോയാൽ മാത്രം പോരാ, ആ വ്യക്തി മടങ്ങി വരികയും വേണം. അർപ്പകൻ അല്ലെങ്കിൽ ജനസമൂഹം, ഇസ്രായേൽ സമൂഹം മുഴുവൻ നോക്കി നിൽക്കുകയാണ്. ആ സർവ്വജനത്തിന്റെയും ആ പാപത്തിന് വേണ്ടിയിട്ട് മഹാപാപ പരിഹാര ദിവസത്തിൽ പുരോഹിതൻ കയറിപ്പോവുകയും ഇറങ്ങി വരികയും. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് എബ്രായലേഖനകാരൻ പറയുന്നത്, ഇതാ കാൽവരി ക്രൂശിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ, വലിപ്പവും തികവുമേറിയ ഒരു യാഗപീഠം, അത് യേശു കർത്താവ് താൻ തന്നെയാണ്. അതിനകത്ത് കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന ആടുകളും കാളകളും ഒന്നുമല്ല, സ്വന്തം രക്തത്താൽ, ഇതാ അല്ലെങ്കിൽ പ്യൂരിറ്റിയുള്ള, പാപരഹിതമായിട്ടുള്ള, അർപ്പിക്കുവാൻ മതിയായ, തക്കതായ രക്തവുമായി. അർപ്പകൻ മാത്രമല്ല, രക്തം ചൊരിഞ്ഞു എന്ന് മാത്രമല്ല, നമുക്കറിയാം ഈ യേശു കർത്താവ് ഈ രക്തവുമായിട്ട് അവിടെ പ്രവേശിച്ചു എന്നാണ്, വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിഴലിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തിന്റെ യാഥാർത്ഥ്യമാണ്, സാക്ഷാൽ സ്വരൂപമാണ് യേശു കർത്താവിൽ കാണുന്നത്. യേശു കർത്താവ് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു, അവിടെ സമ്പൂർത്തി വരുത്തിയിരിക്കുന്നു. അവിടെ ഇതാ ആ യാഗത്തിന്റെ തെളിവ് ദൈവസന്നിധിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നു.
പാപത്തിന്റെ പരിഹാരം അവിടെ പൂർണ്ണമായിരിക്കുന്നു. ഇനി ഒരു മനുഷ്യനെയും ദൈവത്തിന് ആദാമ്യ പാപത്തിന്റെ പേരിൽ ശിക്ഷിക്കുവാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഈ രാത്രികാലം ഈ യാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സകല മനുഷ്യർക്കും ഈ രക്ഷാമാർഗം ഒരുങ്ങി. എന്നാൽ അത് സ്വന്തമാക്കുവാനായിട്ട് ആവശ്യം, അതെന്റേതാക്കി തീർക്കുവാൻ ആവശ്യം, അത് ഓരോരുത്തരുടെ ഉത്തരവാദിത്വം. ആദാമിൽ ജനിച്ച സകല മനുഷ്യർക്കും ക്രിസ്തുവിലായി തീരുവാൻ സാധിക്കും. അത് തന്നെയാണ് ദൈവത്തിന്റെ പദ്ധതി. എന്നാൽ മനഃപൂർവ്വം വേണ്ട എന്ന് നിരാകരിക്കുമ്പോൾ, ഈ യാഗം എനിക്ക് ഏതുമില്ല എന്ന് ഞാൻ നിഷേധിക്കുമ്പോൾ, തള്ളിക്കളയുമ്പോൾ, അങ്ങനെയുള്ളവർക്ക് ഈ നീതീകരണം കണക്കിടുകയില്ല. അങ്ങനെയുള്ളവർ ക്രിസ്തുവിലായിത്തീരുകയില്ല. അങ്ങനെയുള്ളവർ ആദാമിൽ തന്നെ തുടരുന്നു. ആദാമിൽ തന്നെ തുടരുന്നത് കൊണ്ടാണ് അവർക്ക് ശിക്ഷായോഗ്യരായിട്ട് തീരുന്നത്, നരകശിക്ഷ അവർക്ക് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറയുന്നതിന് കാരണം അവർ മിടുക്കന്മാരായതുകൊണ്ടോ നീതിമാന്മാരായതുകൊണ്ടല്ലോ. പിന്നെയോ, യേശു ക്രിസ്തുവിൽ ആയിത്തീരുക, ഇൻ യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നിമിത്തം ക്രൂശിൽ യേശു കർത്താവ് തികച്ച ആ പാപപരിഹാര ബലിയിൽ ആശ്രയിക്കുന്ന നിമിത്തം പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നതിൽ വിശ്വസിക്കുന്ന ഏവനും നീതി കണക്കിടുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നിയിരിക്കുകയാണ്. അങ്ങനെയുള്ള സകലരെയും നീതിമാന്മാരായിട്ട് സ്വർഗം പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് ക്രൂശിലെ രക്ഷണ്യ വേലയുടെ ഒരു 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 വിശദീകരണമായിട്ട് ഈ പകർന്നത്. ഈ 3 വാക്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്, പുത്രനായ ക്രിസ്തുവിൽ ആയിത്തീരുന്ന നിമിത്തം ശിക്ഷാവിധിയിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള വിടുതൽ ഒരു വ്യക്തിക്ക് ലഭ്യമാകുന്നു, അഥവാ നീതീകരണം സാധ്യമാകുന്നു. ആ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അത് അനുസരിച്ച് നടക്കുന്നത് നിമിത്തം എല്ലാ പാപപ്രമാണത്തിൽ നിന്നും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നും ഏതൊരു വ്യക്തിക്കും, രക്ഷിക്കപ്പെട്ട വ്യക്തിക്കും സ്വാതന്ത്ര്യം ലഭ്യമാക്കിയിരിക്കുന്നു, ഉറപ്പുവരുത്തിയിരിക്കുന്നു. മൂന്നാമത്, പിതാവായ ദൈവം യേശു കർത്താവിനെ ക്രൂശിൽ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്നുള്ള കർത്തവ്യം, അല്ലെങ്കിൽ ആ ഒരു കാര്യം ക്രൂശിൽ നിവർത്തിക്കുന്ന രംഗം ഇവിടെ നമ്മൾ കാണുകയാണ്. ഇതൊക്കെ സംഭവിച്ചത് കൊണ്ട് എന്താണ് സത്യമായിരിക്കും? നാലാമത്തെ വാക്യം. ഇതിന്റെ പരിണിത ഫലം, അല്ലെങ്കിൽ ഇതിന്റെ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഈ 3 കാര്യങ്ങൾ ക്രിസ്തുവിലായിത്തീരുന്നത് കൊണ്ടും ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന് കീഴ്പ്പെടുന്നത് കൊണ്ടും പിതാവായ ദൈവം പുത്രനിൽ ജഡത്തിൽ ശിക്ഷ വിധിച്ച ആ ഒരു കാര്യത്തിന്റെ സാധ്യതയാണ്. 4-ാമത്തെ വാക്യം, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന്. ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ. നോക്കണേ, ഇത് നിവർത്തിച്ച ദൈവം പൂർത്തീകരിച്ച ഒരു രക്ഷാപദ്ധതി. ഇതിലെങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഭാഗഭാക്കായിട്ട് തീരുവാൻ സാധിക്കുന്നത്? ത്രൂ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. നോക്കണേ, ന്യായപ്രമാണത്തിന് പൂർത്തീകരിക്കുവാൻ മനുഷ്യന് സാധിച്ചിരുന്നില്ല, കഴിയില്ല. എന്നാൽ ഇവിടെ ഒരു പുതിയൊരു സംവിധാനം നൽകിയാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെ ന്യായപ്രമാണത്തിലെ നീതി നിവർത്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. ഇതാണ് ശരിക്കും 8-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. ആത്മാവിലൂടെ ദൈവിക പദ്ധതിയിൽ മുന്നേറുവാൻ, ശുദ്ധീകരണത്തിൽ മുന്നേറുവാൻ, സാങ്ക്ടിഫിക്കേഷനിൽ മുന്നേറുവാൻ, അല്ലെങ്കിൽ ദൈവം നൽകിയ ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് അത് ഫുൾഫില്ല് ചെയ്യുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ദൈവിക സഹായം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിരിക്കുന്നു. ഇത് തന്നെയാണ് പഴയ നിയമത്തിലും നൽകിയിരുന്നത്. ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കി എൻ്റെ കൽപ്പനകളിൽ അവരെ നടക്കുമാറാക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. ആത്മാവിനെ ഉള്ളിലാക്കി ന്യായപ്രമാണം നിവർത്തിക്കുവാൻ നമ്മെ സജ്ജരാക്കുകയാണ്. പലപ്പോഴും നമ്മൾ വളയം മാറ്റിയിട്ട് ചാടുന്നവരാണ്, വളയമില്ലാതെ ചാടുന്നവരാണ്. എന്നാൽ വളയത്തെ മാറ്റാത്തിടത്തോളം അതിനെ പ്രവേശിക്കുവാൻ നാം തത്രപ്പെടുമ്പോൾ
ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആത്മാവിനെ നൽകിയിട്ടുണ്ട്. ആത്മാവിനെ അനുസരിക്കുന്നതിലൂടെ ന്യായപ്രമാണം നിവർത്തിക്കുവാൻ ദൈവവൈതലിന് ദൈവ അനുവാദം തരുന്നു. അതാണ് 4-ാമത്തെ വാക്യത്തിൽ. നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. അനേക വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഓർക്കുവാനുണ്ട്. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് അതിനെ നാം വിശദീകരിക്കുന്നില്ല. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8 മുതൽ 10 വരെ ബൈ ദ റിയൽ ലവ് ഫോർ ദ പീപ്പിൾ, സ്നേഹിക്കുന്നതിലൂടെ അത് ന്യായപ്രമാണത്തിന്റെ നിവർത്തി തന്നെ എന്ന് നമ്മൾ വായിക്കുന്നു. ഓക്കെ, മത്തായി സുവിശേഷം 7-12 വാക്യത്തിൽ മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതെല്ലാം അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ദൈവിക സ്നേഹം പകരപ്പെടുന്നതിലൂടെ ദൈവം ഏതൊരു വ്യക്തിയെയും ആ സ്നേഹത്തിൽ ഊന്നിയ ദൈവീയ സേവയും മാനുഷിക ഇടപെടലുകളുമൊക്കെ നൽകുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നതിലൂടെ അത് സാധ്യമാണ്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, അല്ലെ? ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങളെ നിങ്ങൾ നിവർത്തിക്കുകയില്ല. ഗലാത്യ ലേഖനത്തില് നാം അത് വായിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു സ്ട്രെങ്ത്, ഒരു ശാക്തീകരണം ദൈവമക്കൾക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇത് നാം മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുതയാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ലോകത്തിലെ സകല മനുഷ്യരെ 2 കാറ്റഗറിയായിട്ട്, 2 ഗ്രൂപ്പായിട്ട് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, മനുഷ്യരെ 2ആയിട്ട് തരംതിരിക്കും. ഓക്കെ, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനം തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ശ്രദ്ധിച്ചോളൂ, അവസാനത്തെ വാചകം ഒന്നുകൂടെ ഞാൻ വായിക്കാം. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഇപ്പൊ ലോകത്തിലുള്ള സകല മാനവജാതിയെ 2ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ്. എന്താ? ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളവൻ, ക്രിസ്തുവിനുള്ളവൻ. മറ്റൊരു കൂട്ടർ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനില്ലാത്ത. ഈ 2 കൂട്ടർ മാത്രമേ ലോകത്തിൽ അവശേഷിക്കുന്നു. ദൈവം സകല മനുഷ്യരെയും എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? എത്രയായിട്ട്? 5ആയിട്ടോ 6ആയിട്ടോ 8ആയിട്ടോ 10ആയിട്ടോ? ക്രിസ്തുവിനുള്ളവരെന്നും ക്രിസ്തുവിനില്ലാത്തവരെന്നും. ഇവിടെ റോമാലേഖനത്തിന്റെ പ്രതിപാദ്യ വിഷയം അനുസരിച്ച് ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളവനെന്നും ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവെന്നും ഈ 2 കൂട്ടർ മാത്രമേ. പലപ്പോഴും നമ്മുടെ കൊരിന്ത്യർ ലേഖനം 3-ാമത്തെ അധ്യായം എടുത്തിട്ട് 3 കൂട്ടം ആൾക്കാരെ കുറിച്ച് പരിചയപ്പെടുത്താറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആശ്വാസത്തിന് വേണ്ടി നമ്മൾ പറയുന്ന ഒരു കാര്യം. എന്താ ആ 3 കൂട്ടർ? ഒന്ന് പ്രാകൃതൻ, മറ്റൊന്ന് ജഡികൻ, മറ്റൊന്ന് ആത്മീകൻ. ആരാണ് പ്രാകൃതൻ? രക്ഷിക്കപ്പെടാത്തത്. ആരാണ് ജഡികൻ? ആരാണ് ആത്മീകൻ? ജഡികനും ആത്മീകനും രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ട കൂട്ടത്തിൽ 2 കൂട്ടരുണ്ട്. ഒന്നെന്താ? ജഡികനുണ്ട്, പിന്നെ ആത്മീകനും ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലൈസൻസ് തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് അത്. എന്താ? രക്ഷിക്കപ്പെട്ടു, നിങ്ങൾക്ക് ജഡികനായിട്ട് ജീവിക്കാം, ഒരു കുഴപ്പമില്ല, ജഡികനായിട്ട് ജീവിച്ചു കൊള്ളു. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അപ്പൊ ചിലർ വിചാരിക്കും എനിക്ക് ജഡികനായിട്ട് നിന്നാൽ മതി. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട് ആത്മീയൻ. സാധാരണ ഈ നിലയിലാണ് വിഭജിച്ച് പഠിക്കുക. വേദപുസ്തകം അങ്ങനെ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കും. ഒന്നുകിൽ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവില്ല. ഓക്കെ, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ദൈവത്തിനുള്ളവനല്ല, ക്രിസ്തുവിനുള്ളവൻ അല്ല. മറ്റൊന്നാര? ആത്മാവുള്ളവൻ, അവൻ ക്രിസ്തുവിനുള്ളവനാണ്. ഇവിടെ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2 കൂട്ടമായിട്ട് മനുഷ്യരെ മാറ്റിയിരിക്കുക. 2 കൂട്ടരേ ഉള്ളൂ. ഓക്കെ, ദൈവം ഒരിക്കലും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ജഡികനായിട്ട് ജീവിക്കണമെന്നോ അല്ലെങ്കിൽ ജഡത്തിനെ നോക്കി ജീവിക്കണമെന്നോ
ജഡത്തിന്റെ പ്രേരണകൾക്ക് അനുസരിച്ച് ജീവിക്കണമെന്നോ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു പദ്ധതിയില്ല. അങ്ങനെ ഒരു പദ്ധതി ദൈവിക പദ്ധതിയിൽപ്പെട്ടതല്ല. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഇവിടെ ഒരു വ്യക്തിയെ ഈ കൂട്ടത്തില് ഏതിലാണ് പെടുന്നതെന്ന് തീരുമാനിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമാണ്. ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ അവൻ എന്താ? ആത്മസ്വഭാവമുള്ളവനാണ്, അവൻ പുതിയ സൃഷ്ടിയാണ്, അവൻ രക്ഷിക്കപ്പെട്ടവനാണ്, അവന്റെ രീതി വേറെ. ഇനി അവൻ രക്ഷിക്കപ്പെട്ടവനല്ലെങ്കിൽ അവനിൽ ക്രിസ്തുവിന്റെ ആത്മാവില്ല. അവൻ ആദാമിലാണ്, അവൻ ക്രിസ്തുവിലല്ല. അവൻ ജഡീകനാണ്, ജഡമയനാണ്, അവനെ പ്രാകൃതനെന്നോ എന്ത് വേണം വിളിച്ചു. അവന്റെ ഒരേ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരേ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താ? ജഡത്തെ നോക്കി ജീവിക്കുക. ഇപ്പൊ രക്ഷിക്കപ്പെട്ട വ്യക്തിയിൽ ജഡമില്ലേ ചോദിച്ചാൽ ജഡമുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ ജഡത്തെ നോക്കിയല്ല ജീവിക്കുന്നത്. പിന്നെ എന്താ? ആത്മാവിനെ അനുസരിച്ചാണ് ജീവിക്കുന്നത്, ആത്മാവിനെ നോക്കിയാ ജീവിക്കുന്നത്. അവന്റെ ശ്രദ്ധയും കേന്ദ്ര വിഷയവും എല്ലാം എന്താണ്? ആത്മാവാണ്. ഇവിടെ നാം വിഷയത്തിലേക്ക് കടന്നു വരാം. ഞാൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തെ നിരാകരിക്കില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് 2-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷൻ. 2-ാം അധ്യായം നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ 3 കൂട്ടരുണ്ടോ 2 കൂട്ടരുണ്ടോ? 2-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷൻ. 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ 2 കൂട്ടരെ അവിടെ ഉള്ളൂ. ആരൊക്കെയാ? ഒന്ന് ആത്മീകനാണ്, മറ്റൊന്ന് ജഡീകൻ അല്ലെങ്കിൽ പ്രാകൃതൻ. അല്ലെ? ശ്രദ്ധിച്ചോളൂ. അതിന്റെ 12 മുതൽ ഞാൻ വായിക്കുകയാണ്. നിങ്ങൾക്ക് ആ സംശയം എന്തായാലും ന്യായമായിട്ടുണ്ടാകുന്ന സംശയമാണ്. കാരണം നാം പോലും അങ്ങനെ തന്നെ വിഭജിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. 12-ാമത്തെ വാക്യം. നാം ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചു. രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങൾ മാനുഷ്യ ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. അപ്പോ എന്താ? ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ ലഭ്യമായ, മാനുഷിക ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളല്ല, പിന്നെയോ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ അത് തെളിയിക്കുന്നവനാണ് അവൻ. എന്നാൽ പ്രാകൃത മനുഷ്യൻ എന്താ? ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അവന് ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളാൻ സാധ്യമല്ല. അതവന് പോഷത്വമാകുന്നു. ആത്മീയമായിട്ട് വിവേചിക്കേണ്ടതാകിയാൽ അവന് ഗ്രഹിപ്പാൻ കഴിയുന്നത്. ഇതാരാ? പ്രാകൃതൻ. പ്രാകൃത മനുഷ്യൻ എന്താ? ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അത് പോഷത്വമാണ് അവന്. പിന്നെ അവന് ഗ്രഹിപ്പാൻ അത് കഴിയുന്നില്ല. ഇതാണ് പ്രാകൃതൻ. ദൈവത്തിന്റെ ആത്മാവില്ല. ഓക്കെ. പിന്നെ ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ അവനില്ല. അവന് മാനുഷിക ജ്ഞാനമാണുള്ളത്. ദൈവം നൽകിയ ദൈവത്തിൽ നിന്നുള്ള ആത്മാവ് അവനിലില്ല, പ്രാകൃതനിലില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തിയിൽ ഒന്നുണ്ട്. ദൈവം നൽകിയ ദൈവത്തിൽ നിന്നുള്ള ആത്മാവുണ്ട്. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ അവർക്കുണ്ട്. പിന്നെ ആത്മാവിന്റെ ഉപദേശം അവന് കൈക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. ആത്മീയമായിട്ട് വിവേചിപ്പാൻ അവന് കഴിയുന്നുണ്ട്. 15-ാം വാക്യം. ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുകൾ. ഇവിടെ എത്ര കൂട്ടരുണ്ട്? 2 കൂട്ടരുണ്ട്. 2 കൂട്ടരുണ്ട്. എന്താ? രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാം, പ്രാകൃതനും അതുപോലെ തന്നെ ആത്മീകനും. ഇതിന്റെ വിശദീകരണമായിട്ട് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസികളിൽ കാണുന്ന ജഡത്തിലുള്ള സ്വഭാവത്തെ കണ്ടിട്ട് നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ അല്ലയോ എന്ന് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ അതിനല്ല അവരെ വിശുദ്ധീകരിച്ചിരിക്കുന്നത്, അതിനല്ല അവരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, അതിനല്ല ദൈവത്തിന്റെ ആത്മാവ് അവരിൽ വസിക്കുന്നത്. എന്തിനാ വസിക്കുന്നത്? എന്നെന്നും പ്രാകൃത സ്വഭാവത്തിൽ തുടരാനാണോ? എന്നെന്നും ജഡത്തെ അനുസരിച്ച് ജീവിക്കാനാണോ? ഒരിക്കലുമല്ല. പിന്നെയോ അതാണ് അവരെ കുറിച്ച് കുറ്റപ്പെടുത്തുന്ന കാര്യം. നിങ്ങൾ പുതിയ സൃഷ്ടിയായി തീർന്നു, നിങ്ങൾ വിശുദ്ധന്മാരായി തീർന്നു, നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്ന് പറയുന്നത് ആത്മീകരായിട്ട് തീരണം എന്നുള്ളതാണ്. ആത്മീകരായിട്ട് അവന്റെ പ്രകൃതവും സ്വഭാവവും ആത്മീക ലക്ഷണങ്ങളാണ് അവനിലുള്ളത്.
ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവം അങ്ങനെയാണ് രണ്ട് കൂട്ടമായിട്ട് തിരിച്ചത്. നമുക്ക് വളരെ വ്യക്തമാണ് ഈ ഭാഗത്ത്, അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുന്ന കൂട്ടത്തില് ജഡസ്വഭാവം ഉള്ളവരോടുള്ള ബന്ധത്തിൽ രണ്ട് മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, രണ്ട് ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്, രണ്ട് ഭാഗധേയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, രണ്ട് മൈൻഡ് സെറ്റ്. ഓക്കെ, ഇവിടെ എന്താണ് രണ്ട് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? 5-ാം വാക്യം ശ്രദ്ധിച്ചോളൂ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു. Their minds set on flesh. ജഡത്തിലുള്ളത് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജഡത്തെയാണ് അവൻ അനുസരിച്ച് നടക്കും. അതിന്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് അവൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അവൻ ജഡത്തിലുള്ളത് മാത്രം ചിന്തിക്കുന്നവനാണ്. എന്നാൽ മറ്റു മനുഷ്യനോ, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. ഓക്കെ, ഇവിടെ ലോകത്തിലെ സകല മനുഷ്യരെ സംബന്ധിച്ച്, ആദാമിലുള്ള സകല മനുഷ്യരെ സംബന്ധിച്ച്, സാധാരണ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലഷ് ഫോക്കസ്ഡ്, ജഡത്തെ ഫോക്കസ് ചെയ്യുന്നതാണ്. അവൻ അതിനെ മാത്രമേ കാണുന്നുള്ളൂ. അവനിൽ ദൈവത്തിന്റെ ആത്മാവില്ല, പിന്നെ അവന് രൂപാന്തരം സംഭവിച്ചിട്ടില്ല, അവന് രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരു പക്ഷെങ്കിൽ ഒരു നോമിനൽ അല്ലെങ്കിൽ ഒരു സാധാരണ നിലയിലുള്ള ഒരു മോറൽ ആറ്റിറ്റ്യൂഡ് ഒക്കെ പുറമേ ഉണ്ടായിരിക്കാം. പക്ഷെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവനിൽ ഗൂഢമൂലമായിരിക്കുന്നത് അവൻ ആരെയാ നോക്കി ജീവിക്കുന്നത്? അവൻ their mind is set on the things of the flesh. ജഡത്തെ മാത്രമാണ് അവന്റെ ശ്രദ്ധാ വിഷയം. ഈ സെറ്റ് their minds എന്നുള്ളത് അതിന്റെ ശരിക്കുമുള്ള ആശയം അബ്സോർബ്ഡ് വിത്ത് സംതിങ് എന്നുള്ളതാണ്. അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചെടുക്കുക. അവൻ വലിച്ചെടുക്കുന്നത് മുഴുവൻ എവിടെ നിന്നാ? ജഡത്തിൽ നിന്നാണ് അവൻ അബ്സോർബ് ചെയ്യുന്നത്. ടു ഫോക്കസ് ഷാർപ്പ്ലി ഓൺ സംതിങ്. അവന്റെ കേന്ദ്ര വിഷയം ജഡമാണ്. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ കേന്ദ്ര വിഷയം ജഡമാണ്. അവന്റെ അബ്സോർപ്ഷൻ, അവനെ മുഴുവൻ വലിച്ച് എടുക്കുന്നത് എവിടെ നിന്നാണ്? ജഡത്തിൽ നിന്നാണ്. അവന്റെ ഫോക്കസ് മുഴുവൻ. ഓക്കെ, അതിനാണ് ലിവിങ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്. എന്താ? ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർ എന്ന് നമ്മൾ മുമ്പേ കണ്ടത് അങ്ങനെയാണ്. ഈ എഫേസ്യർ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇതിന്റെ ഒരു വിശദീകരണം. അങ്ങനെ ഒരു വ്യക്തി, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ ഓറിയന്റേഷൻ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എഫേസ്യർ ലേഖനം 2-ന്റെ 3 എങ്ങനെയാണ് രക്ഷിക്കപ്പെടാത്ത വ്യക്തി ജഡത്തെ ഫോക്കസ് ചെയ്യുന്നത്, ജഡത്തിലേക്ക് മൈൻഡ് സെറ്റ് ചെയ്ത്? 3-ാമത്തെ വാക്യം. ഓക്കെ, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. ശ്രദ്ധിച്ചോണേ, എന്താ? ജഡത്തെ അനുസരിച്ച് നടന്നു, ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട്. ഇതാണ് അവരുടെ ശ്രദ്ധാകേന്ദ്രം. അവർക്ക് അതിനെക്കുറിച്ച് മറ്റ് യാതൊന്നും തോന്നേണ്ട കാര്യമല്ല. കാരണം അവര് ജഡത്തിൽ ഫോക്കസ് ചെയ്ത് ജഡത്തിൽ ലയിച്ച് ജീവിക്കുന്നവരാണ്. അതിൽ അബ്സോർബ്ഡാണ്. ആദാമിലെ സകല മനുഷ്യരുടെയും പ്രകൃതി അതാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരിക്കുന്ന അവസ്ഥ, മൃതപ്രായനായ അവസ്ഥ. ഈ അവസ്ഥയിൽ അവൻ തുടരുകയാണ്. അവൻ എങ്ങോട്ടാ പോകുന്നത്? തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നത് ജഡത്തിന്റെ ചിന്തമാരണം. അവൻ പോകുന്നത് നിത്യമരണത്തിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ശവപ്പെട്ടിയിൽ ഒരു ശവശരീരം ശവക്കല്ലറയിലേക്ക് പോകും പോലെ അവൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പേരുണ്ടെങ്കിൽ പോലും അവൻ മരിച്ചവനാണ്, മൃതാവസ്ഥയിലാണ്. അവന്റെ ഫോക്കസ് മുഴുവൻ എവിടെയാണ്? ജഡത്തിലാണ്. അവൻ ഹെഡിങ് ടുവേഴ്സ് ദി ഗ്രേവ് ഓഫ് ദി എറ്റേണൽ ഡെത്ത്. 2-ാമത്തെ മരണത്തിലേക്ക് അവൻ മാറ്റപ്പെടുക. ഇതാണ് ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തി. അവൻ കോപത്തിന്റെ മകനാണ്, കോപത്തിന്റെ മക്കളാണ്, പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളാണ്. അങ്ങനെ ഇതിന്റെ ഒരു കോൺട്രാസ്റ്റ് ശ്രദ്ധിച്ചോളൂ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരോടുള്ള ബന്ധത്തിൽ, ആത്മസ്വഭാവമുള്ളവരോടുള്ള ബന്ധത്തിൽ എന്താ? അവന്റെ ചിന്ത എന്താണ്? ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. തികച്ചും വ്യത്യസ്തതയുള്ളവരാണ് ആത്മീയം, രക്ഷിക്കപ്പെട്ടവർ. ഇതിനെയാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. ഇതിനെയാണ് രൂപാന്തരം എന്ന് പറയുന്നത്. ഇതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇതിനെയാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. റീജനറേഷൻ സംഭവിക്കാത്ത ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടവനല്ല. ഇത് പലപ്പോഴും നാം വീണ്ടും ജനനം സംഭവിക്കാത്ത ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടവനല്ല. ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല.
രക്ഷിക്കപ്പെട്ടവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട് അല്ലെ? നിങ്ങളോ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവനവനുള്ളവരല്ല അല്ലെ? അതിന്റെ അർത്ഥം രക്ഷിക്കപ്പെട്ട എല്ലാവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. അതിനകത്ത് പിന്നെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ആത്മാവിന് അച്ചാരമായിട്ടും മുദ്രയായിട്ടൊക്കെ നൽകിയിട്ടുണ്ട്. ആത്മാവിന്റെ അധിവാസം ഇൻഡ്വെല്ലിംഗ്, ഇവിടെ അത് പറയുന്നുണ്ട്. ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിക. അപ്പൊ ആത്മാധിവാസമുള്ള ഒരു രക്ഷിക്കപ്പെട്ട ദൈവം, ആത്മാധിവാസം ഇല്ലാത്ത ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിലുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സാധ്യതയില്ല, പോസിബിലിറ്റിയേ ഇല്ല. കാരണം വീണ്ടും ജന്മം തന്നെ ആത്മാവിനാലാണ് നടക്കുന്നത്. ഇവിടെ തന്നെ നമ്മൾ 23-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം, 23-ാമത്തെ വാക്യം, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന, ആത്മാവിനാൽ അല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയാൻ ഒരു വ്യക്തിക്ക് സാധ്യമല്ല. ഓക്കെ, ഇനി ഈ വീണ്ടും ജന്മ റീജനറേഷൻ പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ മേൽ പറഞ്ഞ ധാരാളമായിട്ടുള്ള ആത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ പകർച്ച കൊണ്ടുമാണെന്ന് പറയുന്നു. തീത്തോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ റീജനറേഷൻ, നിങ്ങൾ വീണ്ടും പുനർജനന സ്നാനം കൊണ്ടൊന്നും നമ്മളോട് വായിക്കും റീജനറേഷൻ അല്ലെ? ഇനി ഒരു വ്യക്തിക്ക് വിശ്വാസത്തിലേക്ക് വരണമെങ്കിലോ ദൈവത്തിന്റെ വചനം, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും. ഇനി ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തോട് സംസാരിക്കുന്നത്? ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്, നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെ അവരുടെ ഹൃദയത്തിൽ വല്ലാതെ കുത്തുകൊള്ളും. നോ, അവരുടെ ചെവിയിൽ കേൾപ്പിക്കാൻ പറ്റും. വചനം പ്രസംഗിക്കുമ്പോൾ ചെവിയിൽ കേൾപ്പിക്കാൻ പറ്റും. എന്നാൽ സുവിശേഷം കേൾക്കുമ്പോൾ ഹൃദയങ്ങളിൽ കുത്തുകൊള്ളുന്നതും ഹൃദയങ്ങളിൽ പ്രവർത്തനം നടത്തുന്നതും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നുണ്ട്, ഇതൊരു പക്ഷേ നിങ്ങളുടെ ചെവികളിൽ കേൾക്കുന്നുണ്ടാകും. പക്ഷേ ഇത് ദൈവത്തിന്റെ വചനമായിട്ട് വ്യക്തികളോട്, ഹൃദയങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എന്റെ ശബ്ദം എത്ര വേണമെങ്കിലും ഒച്ച കൂട്ടാം, അത് നിങ്ങളുടെ ചെവികളിൽ കേൾക്കുമായിരിക്കും. പക്ഷെ അതൊരിക്കലും എവിടെ ചെല്ലണമെന്നില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ചെല്ലണമെന്നില്ല. ഒരു വ്യക്തിയുടെ ആത്മാവിനോട് അല്ലെങ്കിൽ ഹൃദയത്തോട് സംഭാഷിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പദ്ധതി ഇല്ലാതെ അല്ലെങ്കിൽ റോളില്ലാതെ ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെടാനും സാധ്യത. ഇനി രക്ഷിക്കപ്പെടുന്നവരുടെ എല്ലാവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. അപ്പൊ രക്ഷിക്കപ്പെട്ടവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ല എന്നൊരു സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാരണം ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല അല്ലേ? പിന്നെ ക്രിസ്തുവിനുള്ളവൻ ആത്മാവുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യം അല്ലെ? ക്രിസ്തുവിനുള്ളവനാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്, അവരെയാണെന്ന് പറയുന്നത് ദൈവമക്കൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പോ ദൈവമക്കളിൽ ആത്മാവില്ല എന്നൊരു സിറ്റുവേഷൻ ഇല്ല. ആത്മാവില്ല എങ്കിൽ അവൻ പ്രാകൃത, അവൻ സാധാരണ ജഡികൻ തന്നെയാണ്, അവൻ ശിക്ഷായോഗ്യനാണ്, അവൻ ആദാമിലാണ്, ക്രിസ്തുവിനായിട്ട്. ഇനി ക്രിസ്തുവിനായിട്ടുള്ള സകല മനുഷ്യരിലും എന്താ ഈ ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീർന്നിരിക്കും. ഇത് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് എന്നുള്ളത് നാം മനസ്സിലാക്കുക. ഒരു സമൂലമായിട്ടുള്ള ഒരു പരിവർത്തനം. ഇത് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു എന്തുവാ രക്ഷ എന്ന് പറയുന്നത് വൈകാരികമായിട്ടുള്ള ഒരു പ്രകടനമല്ല. രക്ഷയെ പലപ്പോഴും ഇങ്ങനെ സമീപിക്കാറുണ്ട്. രക്ഷ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു പാരമ്പര്യമായിട്ട് പകരപ്പെടുന്ന ഒരു പാരമ്പര്യ രോഗത്തെ പോലെയുള്ള ഒരു സാധ്യതയാണ് രക്ഷ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. ഒരിക്കലുമല്ല. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ അയാളുടെ മക്കൾ രക്ഷിക്കപ്പെട്ടോന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനെ ജീൻ വഴി പകരപ്പെടുന്നതാണ് എങ്കിൽ അങ്ങനെ ഒരു പ്രമാണത്തെക്കുറിച്ച് നമ്മൾ കാണുന്നില്ല. രക്ഷ ഒരിക്കലും ഈ പറഞ്ഞ പാരമ്പര്യമായിട്ട് ലഭിക്കുന്നതല്ല. സാധ്യതകൾ ഉണ്ടായിരിക്കാം, പക്ഷേ അതൊരിക്കലും അങ്ങനെ പകരപ്പെടുകയില്ല. രക്ഷിക്കപ്പെടുന്നത് അതൊരു വീണ്ടും ജനനാനുഭവമാണ്. അവൻ ക്രിസ്തുവിലാകുന്ന പ്രക്രിയ. അവനിൽ ഒരു വലിയ പ്രവൃത്തി, നമ്മൾ പാട്ടിലുകാരൻ പാടുന്ന വൻക്രിയ എന്നിൽ നടന്നു, കർത്തൻ എൻ്റെ ഞാനവൻ, താൻ വിളിച്ചു ഞാൻ പിഞ്ചെന്നു, സ്വീകരിച്ചു തൻ ശബ്ദത്തിൽ. ഇതാണ് രക്ഷയുടെ പദ്ധതിയിൽ എൻ്റെ റോൾ എന്ന് പറയുന്നത്. ഇതൊരു വലിയ വൻക്രിയ എന്നിൽ നടന്നു. എന്ത് ക്രിയ? ജഡത്തെ നോക്കി ജഡത്തിൽ മൈൻഡ് ഫോക്കസ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജഡത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനിൽ ദൈവത്തിന്റെ ആത്മാവ് വരുമെന്ന് മാത്രമല്ല, അവന്റെ ടേസ്റ്റ് ഓറിയന്റേഷൻ സമൂലമായിട്ട് മാറുകയാണ്. അവന് ആത്മസ്വഭാവമുള്ളവരാകുകയാണ്.
ആത്മാവിനുള്ളത് ചിന്തിക്കുക, അല്ലെ? തിങ്സ് ഓഫ് ദി സ്പിരിറ്റ്. അവന്റെ ഇനി ഒരിക്കലും അവൻ ജഡത്തിലേക്ക് അതിനുള്ളത് നോക്കി നടക്കുന്നവനല്ല. ശരിയാണ്, ചിലപ്പോഴെങ്കിലും അവന്റെ ജീവിതത്തിൽ ജഡത്തിലേക്ക് ഉള്ള അവന്റെ നോട്ടം പോയി എന്ന് വരാം, പാപത്തിൽ വീണെന്ന് വരാം. പക്ഷെ എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും ജഡത്തെ നോക്കിയിരിക്കുന്നവനല്ല. അത് സംഭവിച്ചാൽ മടങ്ങി വരുവാനും ആത്മാവിലേക്ക് തന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അവൻ ട്രെയിൻഡ് ആണ്. അവൻ അതിനുള്ള പ്രകൃതമാണ് അവനിലുള്ളത്. രക്ഷിക്കപ്പെട്ടിട്ട് എപ്പോഴും ജഡത്തിൽ ജീവിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രോസ്പെക്ഷന്റെ ഒരു ആവശ്യകത അതിന്റെ പിന്നിൽ ഉണ്ട്. ഓക്കെ, അവരെപ്പോഴും ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അവൻ ദൈവപുത്രനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചിന്തിക്കും. അവൻ വചനത്തെക്കുറിച്ച് ചിന്തിക്കും. അവൻ ദൈവത്തിന്റെ സത്യത്തെക്കുറിച്ച് ചിന്തിക്കും. അവൻ ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ച് ചിന്തിക്കും. ഏതെങ്കിലും ഒരു വ്യക്തി ഈ ചിന്തകളൊന്നും ഇല്ലാതിരിക്കുന്നു, ദൈവവചനത്തെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല, ദൈവിക സത്യത്തെക്കുറിച്ച് അറിയുന്നില്ല, ദൈവരാജ്യത്തെക്കുറിച്ച് അറിയുന്നില്ല, ദൈവപുത്രനെ കുറിച്ച് അറിയുന്നില്ല, ദൈവഹിതത്തെക്കുറിച്ച് ചിന്തയില്ല, അങ്ങനെ ഒരു വ്യക്തി ജീവിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം വളരെ ശോധന ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് അതിന്റെ പേര്. കാരണം ദൈവമക്കളുടെ പ്രകൃതം അതല്ല. കാരണം അവൻ ആത്മസ്വഭാവം നൽകപ്പെട്ടിരിക്കുന്നു, ആത്മാവിനെ ഉള്ളിൽ നൽകിയിരിക്കുന്നു. അവൻ ഫോക്കസ് ചെയ്യുന്നത് അതാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത് ഇതിന്റെ രണ്ടും കൂടെയുള്ള. ഇപ്പൊ ചിലർ പറയാറുണ്ട്, ഓക്കെ, ഞാൻ ദൈവമകനാണ്, അതുകൊണ്ട് ഞാൻ ജഡത്തെ നോക്കിക്കൊള്ളാം, ആത്മാവിനെ നോക്കിക്കൊള്ളാം. കർത്താവ് മറുപടി പറയുന്നുണ്ട്, ഞാനല്ല. കർത്താവ് പറയുന്ന മറുപടി, ഒരുവന് രണ്ട് യജമാനനെ സേവിക്കാൻ കഴിയില്ല. രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ഒരുവന് ജഡത്തെയും ആത്മാവിനെയും ഒരുപോലെ മാറി മാറി ഇങ്ങനെ സ്വിച്ച് ചെയ്ത്, അത് ദൈവമക്കളുടെ പ്രകൃതമല്ല, സാധ്യമല്ല. ഏലിയാവിനോട് ചോദിച്ചാൽ പറയും, നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാലുവേ. അല്ലേ? ബാലിനോടും ദൈവത്തോടും അവിടെ ആഘോർപ്പിക്കും, ഇവിടെ ആഘോർപ്പിക്കും. അങ്ങനെ ഒരു വ്യക്തിക്ക് എത്രത്തോളം സാധിക്കും? ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? പ്രിയമുള്ളവരെ, വിശ്വാസികൾ എന്നുള്ള നിലയിൽ നാം കാട്ടൊലിവിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു? പറിച്ചെടുത്ത്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒടിച്ചെടുത്ത് നല്ലൊലിവിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. We are transplanted, uprooted and transplanted എന്ന് പറഞ്ഞാൽ വേരോടെ പറിച്ചല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വേരൊക്കെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ജഡത്തിൽ പ്രേരിപ്പിക്കപ്പെടുന്നതാണ്. എന്നാൽ നമ്മെ ആ കാട്ടൊലിവിൽ നിന്ന് മുറിച്ചെടുത്ത് നല്ല ഒലിവിനോട് ചേർത്തിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മുന്തിരിവള്ളിയിൽ വസിക്കുവാനായിട്ട് കൊമ്പുകളായിട്ട് ഇണയ്ക്കപ്പെട്ടവരാണ് നാം. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ സാധ്യമല്ല. നല്ലൊലിവിലേക്ക്, ഒരു പുതിയ മേഖലയിലേക്ക് വിശ്വാസിയെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയുക. എന്റെ സമയം മുന്നോട്ട് പോവുകയാണ്. അതിന്റെ 6-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ച് അവസാനിപ്പിക്കും. രണ്ട് ഡെസ്റ്റിനേഷൻ അവിടെ പറഞ്ഞു. എന്താ? ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നതും ജഡത്തെ നോക്കി ഫോക്കസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ആത്മാവിന്റെ ചിന്തയോ, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഓക്കെ, ജഡത്തിന്റെ ചിന്ത മരണം. ഇവിടെ രണ്ട് ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയുക. 2 ഡിഫറെന്റ് ഡെസ്റ്റിനേഷൻ. ഒന്ന് മരണത്തിലേക്ക്, മരണം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാം മരണമാണ്, നിത്യമരണമാണ്, നരകശിക്ഷയാണ്. ജഡത്തിന്റെ ചിന്ത മരണം, ദാറ്റ് ലീഡ്സ് ടു ഡെത്ത്. അല്ലേ? ഇതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഏത് മരണം? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഏത് മരണം? രണ്ടാമത്തെ മരണം, തീപ്പൊയ്കയിൽ തള്ളിയത്. അപ്പോ ഇവിടെ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്തവർ, they are heading towards the eternal death, second death. മരണത്തിൽ ജനിച്ച് മരണത്തിൽ ജീവിച്ച് രണ്ടാം മരണത്തിലേക്ക് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ കടന്നു വരികയാണ്. എന്നാൽ ഇതിൽ നിന്ന് തികച്ചും വിഭിന്നമാണ് ആത്മസ്വഭാവമുള്ളത്.
അവരുടെ ഡെസ്റ്റിനി ടോട്ടലി ഡിഫറെന്റ് ആണ്. ലൈഫ് ആൻഡ് പീസ്, ജീവനും സമാധാനം. ഈ ജീവൻ ഏതാണ്? ഈ സമാധാനം. ഈ ജീവൻ എന്ന് പറയുന്ന എറ്റേണൽ ലൈഫ്, അതായത് രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ച് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് നിത്യജീവനിലേക്കാണ്, കർത്താവിനോടുള്ള ജീവിതത്തിലേക്കാണ്, നിത്യജീവനിലേക്കാണ്. ഈ ജീവൻ എന്ന് പറയുന്നത് ഈ ഈ ഈ മനുഷ്യജീവൻ, ഈ സസ്റ്റൈനിങ് ലൈഫ് അല്ല. എറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് എന്താ? ക്രിസ്തുവിന്റെ ജീവനാണ്, അവനോടൊപ്പം ഉള്ള ജീവനാണ്, നിലനിൽക്കുന്ന ജീവനാണ്. അതായത് എറ്റേണൽ ലൈഫാണ്. അത് ഡാമിനേഷനിലേക്ക് പോകുന്നതല്ല. മാത്രമല്ല, സമാധാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സബ്ജക്റ്റീവ് പീസ്, ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ് പീസ്. സമാധാനം, അവൻ നമ്മുടെ സമാധാനം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. റോമൻ എഴുതിയ ലേഖനം 5-ന്റെ 1, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, പീസ് വിത്ത് ഗോഡ്. നോക്കണേ, രക്ഷയുടെ അനന്തരഫലം ഇത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുക. രണ്ടും വ്യത്യാസമാണ്. ജഡത്തിനുള്ളവർ അവർ മരണത്തിലേക്ക്, നിത്യമരണത്തിലേക്ക് പോകുമ്പോൾ, രക്ഷിക്കപ്പെട്ടവർ ആത്മാവുള്ളത് ചിന്തിക്കുന്നവർ, ആത്മസ്വഭാവമുള്ളവർ, ആത്മാവ് വസിക്കുന്നവർ, അങ്ങനെയുള്ളവർ എങ്ങോട്ടാ? അവർ സമാധാനത്തിലേക്ക്, ദൈവത്തോടുള്ള സമാധാനത്തിലേക്ക്. ഇത് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, രക്ഷിക്കപ്പെടാത്തവർക്ക് ദൈവത്തോട് സമാധാനം ഇല്ല. ഈ സമാധാനം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവത്തോട് വലിയ സമാധാനമൊന്നുമില്ല, ഒളിച്ചും പാർത്തും. അങ്ങനെയല്ല. ദൈവത്തോട് സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ശത്രുത്വം. തൊട്ട് താഴെ അത് പറയുന്നത് എന്താ? ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാവും. റിബലിയസ് ടുവേഴ്സ് ഗോഡ്. ദൈവത്തോടുള്ള മത്സരത്തിലാണ് അവർ. ഞാൻ ദൈവത്തിന് ദോഷമൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ രക്ഷിക്കപ്പെട്ടില്ല എന്നേ ഉള്ളൂ, അത് വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ദൈവത്തിനെതിരൊന്നുമല്ല. ഇല്ല, രക്ഷിക്കപ്പെടാത്തവൻ ദൈവത്തോടുള്ള മത്സരത്തിലാണ് കഴിയുന്നത്. കാരണം ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെടുവാനും സുവിശേഷത്തിന് കീഴ്പ്പെടുവാനും ആവർത്തിച്ച് അവന് അവസരം ലഭിച്ചിട്ട് അവൻ വേണ്ട എന്ന് പറഞ്ഞ് മറുതലിക്കുകയാണ്. സങ്കീർത്തനം 2-ലേക്ക് വരുമ്പോൾ അവിടെ ഒരു കൂട്ടം ജനതയെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ദൈവത്തോടുള്ള മത്സരത്തിൽ നിങ്ങൾ തുടരും. 2-ാം അധ്യായം സങ്കീർത്തനങ്ങൾ 2, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതുകൊണ്ട് യഹോവയ്ക്ക് അവന്റെ അഭിഷക്തന് വിരോധമായിട്ട് ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കും. യഹോവയ്ക്ക് അവന്റെ അഭിഷക്തന് വിരോധമായിട്ട് നിൽക്കുന്ന ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുന്നു, അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. മനുഷ്യന്റെ റിബല്യസ് നേച്ചർ, ദൈവത്തെ സ്വീകരിക്കാതെ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ചിത്രീകരണമാണ് ഇവിടെ കാണുന്നത്. They are involved with God. ദൈവവുമായിട്ട് സ്ഥിരമായിട്ടുള്ള മത്സരത്തിലാണ് അവർ. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലേക്ക് നോക്കുമ്പോൾ ദൈവ നിഷേധികളുടെ വാദങ്ങളും അവരുടെ നിലപാടുകളും നോക്കിയാൽ ദൈവത്തോടുള്ള മത്സരം എന്നല്ലാതെ എന്ത് പറയുന്നു? അല്ലെ, ദൈവത്തോട് മത്സരിക്കുന്നത് എങ്ങനെയാണ്? ദൈവിക വചനത്തെ പ്രമാണിക്കാതിരുന്നിട്ട്, ദൈവഹിതത്തെ മറികടന്നിട്ട്, ദൈവിക വ്യവസ്ഥയെ തകിടം മറിച്ചിട്ട് അല്ലെ ദൈവത്തോട് മത്സരിക്കുന്നു. എങ്ങനെയാ ദൈവത്തോട് മത്സരിക്കുന്നത്? ദൈവിക പദ്ധതികളെ തുരങ്കം വയ്ക്കുന്നതിലൂടെ. അത് കുടുംബമാകട്ടെ, അത് മനുഷ്യന്റെ ജീവിതമാകട്ടെ, മനുഷ്യന്റെ ദൈവം വച്ചിട്ടുള്ള സകല വ്യവസ്ഥകൾ, അവന്റെ സകല ജീവിത നിലവാരങ്ങളും ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് മാറ്റുന്നതിലൂടെ അവൻ ദൈവത്തിനോടുള്ള മത്സരത്തിലാണ്. ഈ വചനങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്ന് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടത് വസ്തുത. ദൈവത്തിന് ഞാൻ അനുകൂലമായിട്ടിരിക്കുന്നില്ല എന്ന് മാത്രം ധരിക്കരുത്. പിന്നെയോ ദൈവത്തോടുള്ള മത്സരത്തിലാണ്. ഇൻ കോൺസ്റ്റന്റ് റിബല്യൻ വിത്ത് ഗോഡ്. ദൈവത്തോടുള്ള മത്സരത്തിലാണ് ഓരോ നാളും ഒരു അവിശ്വാസി മുന്നോട്ട് നീങ്ങുന്നത്. ആ മത്സരം ഓരോ ദിവസവും ദൈവാത്മാവിന്റെ നിയോഗങ്ങളെയും നിർദ്ദേശങ്ങളെയും മറികടന്നിട്ടാണ്, സുവിശേഷത്തിന്റെ ആഹ്വാനങ്ങളെ മറുതലിച്ചിട്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത്. അവൻ ദൈവത്തിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്നവനല്ല. അവന്റെ പ്രകൃതം ദൈവത്തോട് ശത്രുത്വമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവത്തിന്
ശത്രുവായിട്ട് തീരേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ ഇതാ ദൈവവുമായിട്ടുള്ള സമാധാനത്തിൽ വന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെ ഉണ്ടാക്കി ചട്ടങ്ങളും വിരോധമായിരിക്കുന്ന കൽപ്പനകളെയൊക്കെ നീക്കം ചെയ്തിട്ട് അവൻ ഒരേ പുതുമനുഷ്യനാക്കി തീർത്തു നാം എഫേസ്യർ വായി. ദൈവത്തോടുള്ള സമാധാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള മത്സരം അവസാനിപ്പിക്കുന്നതിന് തുല്യം. തിരിച്ചു പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ക്രോധം എപ്പോഴും അവന്റെ മേലിരിക്കുകയാണ്. അവൻ എപ്പോ വേണമെങ്കിലും നിത്യനാശത്തിലേക്ക് മാറ്റപ്പെടും. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം അവൻ അനുകൂലമാണ്. ഈ നമ്മൾ വായിച്ച 8-ാമത്തെ അധ്യായത്തില് 2-ാമത്തെ ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്താ ഇത് സംബന്ധിച്ച് അതിന്റെ 31-ാം വാക്യം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. രക്ഷിക്കപ്പെട്ടവൻ ദൈവത്തോട് വാറിലല്ല, യുദ്ധത്തിലല്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. ഓക്കെ, ആ നിലയില് ദൈവം നമുക്ക് അനുകൂലമായിട്ട് തിരിക്കുക. ഇവിടെ നാം 2 കൂട്ടരെ കുറിച്ച് ചിന്തിച്ചു, അവരുടെ 2 മൈൻഡ് സെറ്റിനെ കുറിച്ച് ചിന്തിച്ചു, അവരുടെ 2 ഡെസ്റ്റിനിയെ കുറിച്ച് ചിന്തിച്ചു. ഇനി 2 മനോഭാവങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത 2-3 വാക്കുകളുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഈ കേട്ട വചനങ്ങൾ ഒരു സെൽഫ് എക്സാമിനേഷന് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നതിന്, ഒന്ന് വിചിന്തനം ചെയ്യുന്നതിന്, ഞാൻ എൻ്റെ ഫോക്കസ് എവിടെയാണ്, എൻ്റെ ലക്ഷ്യം ഏതാണ്, ദൈവാത്മാവിനെയാണോ ഞാൻ ശ്രദ്ധിക്കുന്നത്, അതോ ജഡത്തെയാണോ, എൻ്റെ ടേസ്റ്റ് എന്താണ്, എൻ്റെ മനോഭാവം എന്താണ്, ഈ കാര്യങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിചിന്തനം ചെയ്യാം. ദൈവാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കും.